യം ശൈവാः സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം ഹരി ഓം ഹരി. നമുക്ക് എല്ലാവർക്കും കൂടി 3 തവണ പതിവ് പോലെ ഓംകാരം ജപിക്കാം. കൈകോർത്ത് മടിയിൽ വെച്ച് ആകാവുന്നിടത്തോളം നിവർന്നിരുന്ന് കണ്ണടച്ച് വായും മനസ്സും തുറന്ന് കൂടെ ജപിക്കൂ. ഹരി ഹരി ഓ ഹരി ഓം തത്സ്. ജയ ഗുരു. നമുക്കിന്ന് ആദ്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുള്ള ശ്ലോകം ചൊല്ലി 1-ാം അധ്യായത്തിൽ 16-ാം ശ്ലോകം മുതൽക്ക് ആരംഭിക്കാം. ഇതിന് ശേഷം ശരീരം സ്വർഗനരകൗ ശരീരം സ്വർഗനരകൗ ബന്ധമോക്ഷൗ ഭയം തഥാ ബന്ധമോക്ഷൗ ഭയം തഥാ കൽപ്പനാമാത്രമേവൈതത് കൽപ്പനാമാത്രമേവൈതത് കിം മേ കാര്യം ചിദാത്മനഃ കിം മേ കാര്യം ചിദാത്മനഃ. 1:16 ത്വയാ വ്യാപ്തമിദം വിശ്വം ത്വയാ വ്യാപ്തമിദം വിശ്വം ത്വയി പ്രോതം യഥാർത്ഥതഃ ത്വയി പ്രോതം യഥാർത്ഥതഃ ശുദ്ധബുദ്ധസ്വരൂപസ്ത്വം ശുദ്ധബുദ്ധസ്വരൂപസ്ത്വം മാഗമക്ഷുദ്രചിത്തതാം മാഗമഃ ക്ഷുദ്രചിത്തതാം നിരപേക്ഷോ നിർവികാരോ നിരപേക്ഷോ നിർവികാരോ നിർഭരഃ ശീതലാശയഃ നിർഭരഃ ശീതലാശയഃ അഗാധബുദ്ധിരക്ഷുബ്ധോ അഗാധബുദ്ധിരക്ഷുബ്ധോ ഭവചിന്മാത്രവാസനഃ ഭവചിന്മാത്രവാസനഃ സാകാരമനൃതം വിദ്ധി സാകാരമനൃതം വിദ്ധി നിരാകാരം തു നിശ്ചലം നിരാകാരം തു നിശ്ചലം ഏതത്തത്വോപദേശേന
ഏതത്തത്വോപദേശേന ന പുനർഭവ സംഭവഃ ന പുനർഭവ സംഭവഃ യഥൈവാദർശമധ്യസ്ഥേ യഥൈവാദർശമധ്യസ്ഥേ രൂപേന്തഃ പരിതസ്തു സഃ രൂപേന്തഃ പരിതസ്തു സഃ തഥൈവാസ്മിൻ ശരീരേന്തഃ തഥൈവാസ്മിൻ ശരീരേന്തഃ പരിതഃ പരമേശ്വരഃ. പരിതഃ പരമേശ്വരഃ. ഈ ശ്ലോകം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ഞാൻ പ്രത്യേകിച്ചും എല്ലാവരോടും പറയുണ്ടായി, നിങ്ങൾ ഇന്ന് പോയി കിടക്കുന്ന സമയത്ത് പ്രത്യേകമായി മനസ്സിൽ വിചാരിക്കണം, എൻ്റെ 4 ഭാഗത്തും ഉള്ളിലും ഒരുപോലെ പരമേശ്വരൻ സന്നിഹിതനാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ടബിൽ ധാരാളം വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ നമ്മളൊരു വസ്ത്രം, പഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രം കൊണ്ടിട്ടാൽ അത് എന്ത് ചെയ്യും? ആ വെള്ളം അതിൽ നനഞ്ഞു കുതിർന്ന് ആ വസ്ത്രം അവിടെ കിടക്കും. അതിൻ്റെ ഉള്ളിലും പുറത്തും ഒരുപോലെ വെള്ളമുണ്ടാവും. ആ വസ്ത്രത്തിൻ്റെ തനിമ നഷ്ടപ്പെടുന്നില്ല. അതിലെല്ലാ സ്ഥലത്തിലും കുതിർന്ന് വെള്ളം പുറത്തും ഉണ്ടാവും, അകത്തും ഉണ്ടാവും, വസ്ത്രവും അവിടെ ഉണ്ടാവും. ഏകദേശം അതുപോലെയാണ് നമ്മുടെ പാഞ്ചഭൗതികമായ ശരീരം എന്ന് പറയുന്നത്. ഈ വസ്ത്രം പോലെ കണക്കാക്കുക. എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ച് കിടക്കുന്നതാണ് പരമേശ്വര ചൈതന്യം. അപ്പം നമ്മളെ വലയം ചെയ്ത് നിൽക്കുന്നത് ഈശ്വര ചൈതന്യമാണ്. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതും അതേ ഈശ്വര ചൈതന്യമാണ്. ഈ ഒരു മനോഭാവം നിങ്ങൾ ആലോചിച്ച് വളർത്തി ഉണ്ടാക്കുക തന്നെ വേണം. എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടല്ലോ, ഈശ്വരനിൽ നിന്ന് സ്വല്പമെങ്കിലും അകൽച്ചയോ വ്യത്യാസമോ നമുക്കുണ്ടാവരുതെന്ന്. എല്ലാ ദിക്കിലും ഒരുപോലെ ലോകത്തിൽ നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ നമ്മളിലില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോകത്തിലെ എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ചു കിടക്കണു ഈശ്വര ചൈതന്യം എന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കും. ആ ലോകത്തിൽപ്പെട്ടവരാണ് നമ്മുടെ ശരീരം. അപ്പം നമ്മുടെ ശരീരത്തിൽ മാത്രം വ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ലോകവ്യാപിയായ ഈശ്വരൻ ലോകത്തെപ്പെട്ട എന്നിലും വ്യാപിയാണ് എന്ന് മനസ്സിലാക്കി, ഞാൻ ഈശ്വരനാൽ വലയം പെട്ടവളാണ്, ഈശ്വരൻ എന്നിൽ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വിചാരത്തോടു കൂടി കിടന്നുറങ്ങാനാണ് പറഞ്ഞത്. ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കും, ഈ അധ്യാത്മം എന്ന് പറയുന്ന ഒരു ചിന്ത, ഒരു വിചാരഗതി നമ്മുടെ രാജ്യത്തിൽ എങ്ങനെ രൂപപ്പെട്ടു, എന്തിന് രൂപപ്പെട്ടു എന്ന് എല്ലാവരും വിചാരിക്കുന്നത് എന്താ? ഈ അധ്യാത്മമായിരിക്കുന്ന തത്വവിചാരം വയസ്സായാൽ വീട്ടുകാർക്ക് വേണ്ടാന്നൊരു നില വരുമ്പോൾ കാട്ടിലേക്ക് പോകുന്നുള്ളൊരു നില വരിക എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷേ അങ്ങനെയല്ല. ഈ അധ്യാത്മവിചാരം നമ്മെ സമ്പന്നമാക്കുന്നതാണെങ്കിൽ, ധന്യമാക്കുന്നതാണെങ്കിൽ എല്ലാവരെയും ഒരുപോലെ അത് സമ്പന്നമാക്കും, ധന്യവുമാക്കും. അതിൽ സംശയമില്ല. ഒരു കുട്ടിക്കും ഇത് പ്രയോജനപ്പെടും, മുതിർന്നവർക്കും പ്രയോജനപ്പെടും, എല്ലാവർക്കും ഒരുപോലെയാണ്. ശ്രീമദ് ഭാഗവതം നമ്മുടെ മുൻപിൽ ധ്രുവൻ്റെ കഥ, 5 വയസ്സായ ധ്രുവൻ്റെ കഥ അവതരിപ്പിക്കുന്നു. അതുപോലെ 7 വയസ്സായ പ്രഹ്ലാദൻ്റെ കഥ അവതരിപ്പിക്കുന്നു. ഈ ധ്രുവനും പ്രഹ്ലാദനും പറയാനുള്ളതെന്തോ, വിവരിക്കാനുള്ളതെന്തോ ഭഗവാനെ പറ്റി, അത് വിട്ടേ ഭാഗവതത്തിൽ അത് യാതൊന്നുമില്ല, അതുതന്നെ ഉള്ളൂ. അപ്പോൾ ഈ 2 കുട്ടികൾക്ക് അധ്യാത്മമായിരിക്കുന്ന തത്വവിചാരം വളരെ പ്രയോജനപ്പെടും എന്നുണ്ടെങ്കിൽ മുതിർന്നവരുടെ കാര്യം പിന്നെ പറയണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ വേദാന്തം തപസ്വികൾക്കോ, വനത്തിൽ കഴിഞ്ഞുകൂടുന്നവർക്കോ, ജീവിതത്തിൽ മടുപ്പ് വന്നവർക്കോ, വൈരാഗ്യം വന്നവർക്കോ മാത്രമാണെന്ന് വിചാരിക്കാൻ ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല ആ ചിന്താഗതി. ലോകത്തിൽ പലതരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നവരുണ്ട്. ആ എല്ലാ പ്രവൃത്തികളിലും വെച്ച് ഏറ്റവും ക്ലിഷ്ടമാണ്, കഠിനമാണ്, ചിലപ്പോൾ ദാരുണവുമാണ് ഭരണം എന്ന് പറയുന്ന ആ കൃത്യം. പണ്ടും ഇന്നും ഒരുപോലെ തന്നെയാണ്. ഇന്നും ഒരു അഡ്മിനിസ്ട്രേറ്റർ വിൽ ഹാവ് ടു ടേക്ക് വെരി ഹാർഡ് ഡിസിഷൻസ്, സംടൈംസ് വെരി പെയിൻഫുൾ. എന്താ അതിങ്ങനെ ചെയ്യണേ എന്നൊക്കെ തോന്നിക്കാവുന്ന തരത്തിലുള്ള തീരുമാനമെടുക്കേണ്ടി വരും. അത് ക്ഷത്രിയനാണ് രാജഭരണം കൊണ്ട് നടത്തുക, ക്ഷത്രിയനാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്, പടക്കളത്തിൽ പോയി നേരിടേണ്ടത്. നമ്മുടെ അതിർത്തിയെ രക്ഷിക്കാൻ അതിർത്തി സേനകൾ അവിടെയുണ്ട്. ആ സേനാനികളൊക്കെ എന്ത് ചെയ്യണു? ഒന്നിലോ വെടിയുണ്ട നേരിടും, അല്ലെങ്കിൽ വെടിയുണ്ടയ്ക്ക് ബാക്കിയുള്ളവരെ നേരിടിക്കും. ഇതാണ് അവരുടെ കൃത്യം. അത് ദാരുണമാണല്ലോ എങ്ങനെ പറഞ്ഞാലും.
അപ്പോൾ രാജാക്കന്മാർ സിംഹാസനത്തിലിരുന്ന് ഭരണം നടത്തുക മാത്രമല്ല, വേണ്ടി വന്നാൽ ശിക്ഷാ നടപടികളും ശത്രുക്കളെ നേരിട്ട് കൊന്നൊടുക്കലും ഇതെല്ലാം അവർക്ക് വേണ്ടി വരും. അപ്പം മനുഷ്യകൃത്യങ്ങളിൽ വെച്ച് ഏറ്റവും കഠിനവും ക്ലിഷ്ടവും ദാരുണവുമാണെന്ന് പറയട്ടെ, അതാണ് ഭരണകൃത്യം. ആ ഭരണകർത്താക്കന്മാർക്ക് സഹവാസിയാണ് വാസ്തവത്തിൽ ഈ ആത്മജ്ഞാനം. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയണത് എന്താ? ഇമം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വധുഹൂന്ന്. രാജർഷിമാർ മനസ്സിലാക്കി വെച്ചതാണ് ഈ ആത്മജ്ഞാനം. അർജുന സ കാലേനേഹമഹത യോഗോ നഷ്ട പരന്തപ. കാലക്രമത്തിൽ അതങ്ങനെ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ വിദ്യ നിനക്ക് യഥാസമയം കയ്യിൽ കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിലെങ്കിലും കുത്തുവയ്ക്കുകയാണ്, പറഞ്ഞു തരികയാണെന്ന് പറയുന്നു. അപ്പം രാജഭരണത്തിന് സഹായിക്കുന്നതാണ് ഈ കൃത്യം, ഈ അറിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏത് തുറയിൽപ്പെട്ടവരും അവർക്ക് പുരോഗതി വേണം എന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനം കൈവരിച്ചോളൂ. 90-80% ജനങ്ങളും അവരവരുടെ മനുഷ്യ വ്യക്തിത്വമുണ്ടല്ലോ, തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരെത്തും പിടിയുമില്ലാത്തവരാ. നമുക്ക് 4 നേരം 3 നേരം വിശക്ക് 3 കഴിക്കണം എന്നറിയാം, എന്തോ വച്ച് കെട്ടി വസ്ത്രവും ധരിക്കണം എന്നറിയാം, രാത്രി കിടന്നുറങ്ങും വേണം. അപ്പം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്ന ചിന്താഗതി മാത്രമേ ഉള്ളൂ. അത് 3ഉം ശരീരത്തിനുള്ളതാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഉൾവ്യക്തിത്വം. ദേഹം 21 വയസ്സ് വരെ വളരുള്ളൂ. അത് കഴിഞ്ഞാൽ വളർച്ച നിന്നു, മുരടിച്ചു, പിന്നെ ക്ഷീണമാണ്. അപ്പോഴാണ് നമുക്ക് പ്രായപൂർത്തി വന്ന സ്വന്തം അഭിലാഷങ്ങളോ ആവശ്യങ്ങളോ ലക്ഷ്യങ്ങളോ മൂല്യങ്ങളോ എല്ലാം എടുത്തു പ്രയോഗിക്കാൻ തുടങ്ങുന്നത്. ആ സമയത്ത് ശരീരത്തിൻ്റെ വളർച്ച കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വളരാനുള്ളത് എന്താ എന്നൊരു ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ച് എല്ലാവരോടും ചോദിച്ച് പറയിപ്പിക്കണം. പ്രായപൂർത്തി വരുമ്പോൾ ശരീരത്തിൻ്റെ വളർച്ച നിന്നു, ക്ഷയം തുടങ്ങിയെന്നുണ്ടെങ്കിൽ പിന്നെ ദശാബ്ദങ്ങളോളം നാം കഴിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ വളർച്ച എവിടം കൊണ്ട്, എന്തിന്, ആരെ ചൊല്ലി എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോഴാണ് നമുക്ക് മറുപടി കിട്ടുന്നത്. മനസ്സിനെയും ബുദ്ധിയെയും ചൊല്ലിയാണ് പിന്നെയുള്ള വളർച്ച മുഴുവനും. മനസ്സെങ്ങനെയാണ് വളരുക? കിലോ കണക്കിന് മനസ്സിൻ്റെ വളർച്ച. ബുദ്ധിയുടെ വളർച്ച 6 അടി ഉയരം കണക്കിന്, വാരക്കണക്കിന്, മീറ്റർ കണക്കിന്. ഒന്ന് പറയും നിങ്ങൾ. അപ്പം മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വളർച്ച വളരെ വളരെ അത്യാവശ്യമാണ് നമുക്ക്. ആ മനസ്സിനെയും ബുദ്ധിയെയും വളർത്തുന്നതിന് ഈ ആത്മജ്ഞാനത്തിനോ ആത്മതത്വ വിചാരത്തിനോ ഉള്ള ശക്തി ലോകത്തിൽ ഒരു സ്ഥലത്തും ഒന്നിനുമില്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും വേണ്ടതുപോലെ ഉപയോഗിക്കും തോറും വിനിയോഗിക്കും തോറും അതിന് സൂക്ഷ്മത കൂടും, കല്യാണ ഗുണങ്ങൾ കൂടി വരും. മിക്കവാറും നിങ്ങൾക്കൊക്കെ മുരടിച്ച ഒരു മനസ്സാണ്, പലപ്പോഴും കുടിലമായ ഒരു മനസ്സാണ്. അതൊക്കെ അങ്ങോട്ട് വിട്ടുകളഞ്ഞ് അതിനെ ശുദ്ധ നിർമ്മലമാക്കി വ്യാപിക്കാൻ വിട്ട് കല്യാണ ഗുണങ്ങൾ അലങ്കരിക്കാൻ പറ്റിയ തരത്തിൽ അങ്ങോട്ട് വികസിപ്പിച്ചെടുക്കുകയാണെങ്കിലോ, യോഗവാസിഷ്ഠ രാമായണത്തിൽ പറയുന്നു, കല്യാണ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒരു ആത്മജ്ഞാനിയെയോ ആത്മതത്വ വിചാരം ചെയ്യുന്നവനെയോ അലങ്കരിക്കുക എന്ന്. നിരാശത, നിർഭയത, നിത്യത, സമതാജ്ഞത, നിരീഹത, നിഷ്ക്രിയത, സൗമ്യത, നിർവികൽപത, ധൃതിർമൈത്രി, മനസ്തുഷ്ടി, മൃദുത, മൃദുഭാഷിത. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ മിണ്ടാത്തത്? ഈ പറഞ്ഞതൊക്കെ ഗുണങ്ങളാണ്. നിരാശത, നിർഭയത, നിത്യത, സമതാജ്ഞത, നിരീഹത, നിഷ്ക്രിയത, സൗമ്യത, മൃദുഭാഷിത, ധൃതി, മൈത്രി, മനസ്തുഷ്ടി, മൃദുത, മൃദുഭാഷിത, ഹേയോപാദേയ നിർമുക്തേ ജ്ഞേതിഷ്ടം ദ്യപവാസനം. ഒരു വിധത്തിലുള്ള പൊല്ലാപ്പും അപമാനവും ആഗ്രഹവും ഒന്നും സൃഷ്ടിക്കാതെ മനുഷ്യൻ്റെ ഉൾവ്യക്തിത്വത്തെ അലങ്കരിച്ച് ധന്യമാക്കുന്നതാണ് ഈ ഗുണവിശേഷങ്ങളെല്ലാം. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നണില്ലേ? എവിടുന്നാണ് ഉണ്ടാവുക? വെറുതെ അമ്മ ഉണ്ണതുകൊണ്ട് ഉണ്ടാവില്ല. അമ്മ ഉണ്ടാൽ ശരീരം തടിക്കും. നിനക്ക് നടക്കാം. മനസ്സിനെ പുഷ്ടിപ്പെടുത്തണം, മനസ്സിനെ അലങ്കരിക്കണം. അതിനിങ്ങനെയുള്ള മൂല്യങ്ങളും മഹിമകളും ഉണ്ടെന്ന് ആദ്യമായി മനസ്സിലാക്കണം. എന്തൊക്കെയാണ് മനോവൈഭവങ്ങൾ, എന്തൊക്കെയാണ് ബുദ്ധിവൈഭവങ്ങൾ, എന്താണ് അഹങ്കാരത്തിൻ്റെ സൗമ്യത, ധന്യത, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളൊരു പ്രോഗ്രാം നടത്താറുണ്ട്, എക്സ്പീരിയൻഷ്യൽ വേദാന്ത എന്ന് പറഞ്ഞ് കോർപ്പറേറ്റ് ഒഫീഷ്യൽസിന് വേണ്ട ഒരു പ്രോഗ്രാം നടത്താറുണ്ട്, 2 ദിവസം. അപ്പോൾ അതിൽ പ്രോഗ്രാം നടത്തുമ്പോൾ പലരും വരും, കോർപ്പറേറ്റ് ഒഫീഷ്യൽസാണ് വരിക. അതിൽ ഒരു തവണ പങ്കെടുത്തത്
വേണ്ടതുപോലെ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും കൂടി സന്നിഹിതരായി. അതിൻ്റെ അവസാനത്തിൽ എല്ലാവരോടും സംസാരിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം സംസാരിച്ചു. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹം അന്ന് സംസാരിച്ചത് കേട്ടതാ. എനിക്ക് തോന്നി വളരെ വിശേഷപ്പെട്ട ഒരു സംസാരവും സ്വരവും ഉള്ളടക്കവും പദങ്ങളും വാക്യഭംഗിയും ഒക്കെ ഉണ്ടായിരുന്നു അതിന്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഞങ്ങൾ എന്തെല്ലാം നടത്തുന്നു അതിലൊക്കെ പങ്കെടുക്കും. ഇപ്പോൾ ആശ്രമത്തിൽ വരും പോവാറുമുണ്ട്. ഒരു തവണ അദ്ദേഹം ഒരു എഴുത്തെഴുതി. ഞങ്ങൾ ആ എഴുത്ത് പലർക്കും സർക്കുലേറ്റ് ചെയ്യാറുണ്ട്. വളരെ വിശേഷപ്പെട്ടൊരു എഴുത്താണ്, ഭംഗിയായി എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ഈ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് പലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, സ്വദേശത്തും വിദേശത്തും. ഈ ഒരു സബ്ജക്റ്റിൽ, ഈ ഒരു വിഷയത്തിൽ ലക്ഷോപലക്ഷമല്ല കോടാനുകോടി ഡോളർ ചെലവ് ചെയ്തിട്ടുണ്ട് മനുഷ്യർ. അനവധി പണം ചെലവ് ചെയ്യാനും സമ്പാദിക്കാനും പാത്രമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട സബ്ജക്റ്റാണിത്. അതിലൊന്നിലും ഞാൻ ഈ എക്സ്പീരിയൻഷ്യൽ വേദാന്ത എന്ന് പറയുന്ന കോഴ്സിൽ 2 ദിവസം അറ്റൻഡ് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുള്ളതായ അറിവും ധന്യതയും സ്വവ്യക്തിത്വത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു മൂല്യ നിരൂപണം എനിക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ ആശ്രമത്തിൽ കുറച്ചു കാലം മുൻപ്, എന്ന് വെച്ചാൽ 1-2 മാസമോ 3 മാസം മുമ്പ് ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്, ഒരു എൻജിനീയറിങ് കുട്ടി വന്നിരിക്കുന്നു, എൻജിനീയറിങ് വിദ്യാർത്ഥി. അവൻ പാസ്സായിട്ട് വന്നിരിക്കുക. ഞാൻ ആദ്യമായിട്ട് കാണുക. പിന്നെയും കണ്ടിട്ടില്ല അതുവരെ. അപ്പോൾ ഉച്ചയ്ക്കാണ് വന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ഞാൻ കുറച്ച് നേരം കണ്ട് സംസാരിക്കും. അത് കഴിഞ്ഞാൽ എല്ലാവരും ഊണ് കഴിക്കാൻ പോകും. അപ്പോൾ പ്രത്യേകമായി കണ്ട് സംസാരിക്കാനോ കുറച്ച് സമയം ചെലവ് ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല. ആ ഉള്ള സമയത്തിൽ പുതിയ കുട്ടിയായതുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുള്ളിടത്തോളം ഞാൻ നിങ്ങളോട് പറയാം. സ്വാമിജി, ഞാനൊരു എൻജിനീയറിങ് സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ 1.5 കൊല്ലം 2 കൊല്ലമായിട്ട് മുക്തിസുധാകരൻ കേൾക്കണു. അത് കേൾക്കാൻ തുടങ്ങിയത് മുതൽക്ക് എന്നും കേൾക്കുന്നുണ്ട്. സാധാരണ എനിക്ക് മാർക്ക് കിട്ടിയത് 3.7 3.8 ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഗ്രേഡ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ചങ്ങാതിമാർക്ക് കിട്ടിക്കൊണ്ടിരുന്നതൊക്കെ 7.6 7.5 ഒക്കെയാണ്. ഈ 1.5 കൊല്ലമായി എൻ്റെ മനസ്സിനും ബുദ്ധിക്കും കാര്യമായ ഒരു മാറ്റം വന്നു. ഞാൻ അറിയാത്ത ഒരു ശക്തിയും ഒരു സാമർഥ്യവും ഒരു സൂക്ഷ്മതയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ മനസ്സിനും ബുദ്ധിക്കും വർദ്ധിച്ചു. ഇപ്പോൾ എൻജിനീയറിങ്ങിൽ ലാസ്റ്റ് സെമിസ്റ്റർ പാസ്സായപ്പോൾ എനിക്ക് 7.8 കിട്ടിയിട്ടുണ്ട്. അവർക്കോ 7.5ഉം 7.6ഉമാണ്. അപ്പോൾ അവർ ചോദിക്കാട്ടോ, തനിക്ക് എന്ത് പറ്റിയപ്പോൾ 3.2 3.5 കെട്ടിക്കൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ഇപ്പോൾ 7.8 ആയി. ഞങ്ങളുടെ 7.5 അവിടെ തന്നെ നിൽക്കുക, എന്താ തനിക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ, ഞാൻ മുക്തിസുധാകരൻ കേൾക്കുന്നുണ്ട്. അത് കേട്ടതിൽ നിന്ന് എൻ്റെ മനസ്സിനുള്ള ഒരു വ്യത്യാസമാണ്. എൻ്റെ മനസ്സെന്ന് പറയുന്നത് ഞാൻ അറിയാതെ കടന്നുകൊണ്ടിരുന്ന ഒരു ഘടകമാണ്. ആ അറിയാതെ കടന്നുകൊണ്ടിരുന്ന ഘടകം ഇപ്പം എനിക്ക് വെളിപ്പെട്ട് തുടങ്ങി. മനസ്സെന്ന് പറയണത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാവുന്ന ഒരു പാർട്ടിക്കിളോ ഒരു ഡസ്റ്റോ അല്ലെങ്കിൽ വേറെ ഒരു സ്ട്രീമോ ഒന്നുമല്ല, ഒരു വേവൊന്നും അല്ലാതെ. എന്നാൽ നമുക്ക് മനസ്സില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് മനസ്സുണ്ട്, നാം അറിയുന്നുണ്ട്, ഉണരുന്നുണ്ട്. മനസ്സാണ് ദേഹത്തെ പോലും ഉണർത്തി തരുന്നത്. ആ മനസ്സ് എന്താണ്, എങ്ങനെയാണ് ചിന്തകൾ വരുന്നത്, ചിന്തകളിൽ എന്താണ് പരിശോധന നടത്താനുള്ളത്, മനസ്സിൽ വരുന്ന വിചാരങ്ങളെ നേരിട്ട് കണ്ട് പരിശോധിക്കുന്ന പോലെ തോന്നുന്നു എനിക്കിപ്പോൾ. ബുദ്ധിക്കുള്ള കഴിവ് കണ്ടമാനം വർദ്ധിക്കുന്നു. ന്യൂട്ടൺ ഒരു ആപ്പിൾ വീഴുന്നത് കണ്ടു. 1 കൊല്ലം ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത്. ബാക്കി പലരും ആപ്പിൾ പറക്കി തിന്നു, വയറ് വീർത്തു, നടന്നു, അതന്നെ ഉള്ളൂ. ആ ആപ്പിളിൻ്റെ വീഴ്ച ബുദ്ധിക്ക് വിശകലനം ചെയ്യാനുള്ള ഒരു വിഷയമായി തീർന്നില്ല. അപ്പോൾ ബുദ്ധിയുടെ വിശകലനത്തിന് ക്രമത്തിലധികം സാധ്യതയുണ്ട്, കേമത്വമുണ്ടെന്ന് മനസ്സിലായി. ഇതാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ സംസാരിക്കുന്നത് മുഴുവൻ അധ്യാത്മമാണ്. നിങ്ങൾ വിചാരിക്കും ഇത് മോക്ഷം 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 തന്നെയാണ്. എങ്ങനത്തെ മോക്ഷം? സംഘർഷമോക്ഷം. കേൾക്കണുണ്ടോ? ഇല്ല ഇല്ല. മോക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയോ ഓടിപ്പോവും മനസ്സ്. മനസ്സും ബുദ്ധിയും രചിക്കുന്ന നൂലാമാലകളിൽ നിന്ന് കിട്ടുന്ന മോക്ഷമാണ് മോക്ഷം. ഫ്രീഡം ഫ്രം ദ ഷാക്കിൾസ് ക്രിയേറ്റഡ് ബൈ ദ മൈൻഡ് ആൻഡ് ദ ഇൻ്റലിജൻസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മോക്ഷ. Everything is created by your mind. The entire world is a creation, is a result, is an outcome of your own mind, nothing else.
സപ്പോസ് യു ഹാവ് നോ മൈൻഡ്, ദർ ഇസ് നോ വേൾഡ് അറ്റ് ഓൾ ഫോർ യു. ഇതാണ് സത്യം. അപ്പം നമ്മുടെ മനസ്സിനെ പറ്റി നമ്മളല്ലാതെ ആരാ അറിയുക? യുവർ മൈൻഡ് ഈസ് ഇനാക്സസിബിൾ ടു ദി അതേഴ്സ്. യുവർ ഫാദർ, യുവർ മദർ, യുവർ മാരീഡ് പാർട്ട്ണർ, യുവർ ഓൺ ചിൽഡ്രൻ, യുവർ ഓൺ ടീച്ചർ. ഇറ്റ് ഈസ് ഇനാക്സസിബിൾ ടു ഓൾ പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. ഇറ്റ് ഈസ് ആക്സസിബിൾ ഓൺലി ടു യുവർ സെൽഫ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിനെ പറ്റി ഒരൊറ്റ ആൾക്കും ഗ്രഹിക്കാനോ പറയാനോ ഒന്നും സാധിക്കില്ല. നമുക്ക് മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. സ്വസംവേദ്യമാണത്. അതുമാതിരി നമ്മുടെ ബുദ്ധിക്ക് പല കാര്യത്തെക്കുറിച്ചും ആലോചിക്കാം. ആ പല കാര്യത്തെയും കുറിച്ച് ആലോചിക്കുന്ന ബുദ്ധി പരമാത്മാവിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങട്ടെ, പരമേശ്വരനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങട്ടെ. ആ ഒരൊറ്റ ആലോചനയിൽ നിന്ന് ഈ ലോകം എങ്ങനെ നിർഗളിച്ചുവോ അതുപോലെ എല്ലാ വിധത്തിലുള്ള കല്യാണ ഗുണങ്ങളും മൂല്യമഹിമകളും നേട്ടങ്ങളും വൈഭവങ്ങളും എല്ലാം നിങ്ങൾക്കുണ്ടാവും. അതല്ലേ ഭഗവത്ഗീതയിൽ പറയുന്നത്, യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നത് എങ്ങനെയാ? കൃഷ്ണൻ ഒരു കൊടയും വടിയും കൊട്ടയും കൂടി കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ട യോഗക്ഷേമങ്ങൾ തരികയാണോ? അതോ നമ്മുടെ ഭക്തി എന്ന് പറയുന്ന ആ മനസ്സുണ്ടല്ലോ, ഭക്തി സമ്പന്നമായ മനസ്സ്, ആ മനസ്സിൻ്റെ വൈഭവം കൊണ്ട് നമുക്ക് വേണ്ട യോഗക്ഷേമങ്ങൾ സ്വാഭാവികമായി സ്വാഭാവികമായി നമ്മളിൽ അങ്കുരിക്കുന്നതാണോ, നിറയുന്നതാണോ, പ്രസരിക്കുന്നതാണോ, വ്യാപിക്കുന്നതാണോ? നമ്മുടെ മനസ്സിന് പലതും സൃഷ്ടിക്കാം. ചീത്തയെക്കുറിച്ച് ആലോചിക്കുന്ന അതേ മനസ്സാണ് നല്ലതിനെക്കുറിച്ചും ആലോചിക്കുന്നത്. നല്ലതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അതേ മനസ്സ്. ഒന്നിലോ ചീത്ത ഇല്ലെങ്കിൽ നല്ലത്, ഒന്നിലോ നല്ലത് ഇല്ലെങ്കിൽ ചീത്ത. ചീത്തയിൽ നിന്ന് തെറ്റിച്ചാൽ നല്ലതിലേക്ക് പോവും, നല്ലതിൽ നിന്ന് തെറ്റിച്ചാൽ ചീത്തയിലേക്ക് വരും. ഇതിന് രണ്ടിനും മധ്യത്തിലൊരു പൊസിഷൻ മനസ്സിനില്ല. ഒന്നിലോ നിങ്ങളൊരു മഹാത്മാവാവും, അല്ലെങ്കിൽ നിങ്ങളൊരു ദുരാത്മാവായി കിടക്കും. ഏതാ വേണ്ടേ എന്നുള്ളത് തീരുമാനിച്ചോളൂ. അപ്പോൾ ഈ ആത്മജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും അലങ്കരിച്ച് കൂടുതൽ സമ്പുഷ്ടമാക്കി തീർക്കുന്നതാണ്. രാജാക്കന്മാർക്കിത് അത്യാവശ്യം അനിവാര്യമാണ്. പലരെയും ശിക്ഷിക്കേണ്ടി വരും, പലർക്കും സമ്മാനം കൊടുക്കേണ്ടി വരും. തൻ്റെ ശിക്ഷ തെറ്റായി പോകരുത്. ഒരു രാജാവ് വേണ്ടതുപോലെ രാജ്യം ഭരിക്കണം. ഈവൺ അവർ ഓൺ പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, other departmental ministers and able administrators of the country, all of them will have to have two important qualities. One is a sense of impersonality, another is impartiality. ഞാൻ കൊല്ലങ്ങൾ മുൻപൊരിക്കൽ ഭോപ്പാലിൽ ലാൽ ബഹദൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അവിടെ ഒരു കൊല്ലത്തെ IAS ട്രെയിനീസിൻ്റെ ഒരു കോഴ്സ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി പോയില്ല. അപ്പോൾ കോഴ്സ് നടത്തുന്ന സുന്ദരം എന്നോട് പറഞ്ഞു, സ്വാമിജി വന്ന് ഇനോഗ്രേറ്റ് ചെയ്യുമെന്ന്. അങ്ങനെ ഞാൻ അവരോട് പോയി സംസാരിച്ചു. ആ സംസാരിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് അവരോട് പറഞ്ഞത്. രാജ്യത്തിലുള്ള നിയമങ്ങളെയെല്ലാം നിങ്ങൾ നോക്കി വ്യാഖ്യാനിക്കുന്നതും പ്രയോഗിക്കുന്നതും വിനിയോഗിക്കുന്നതും അമൂർത്തമായ ഒരു മനോഭാവത്തോടു കൂടി വേണം. പക്ഷഭേദം അതിലുണ്ടാവരുത്. Two qualities should always orient you, ornament you, enrich you. One is you have to be impersonal, another is you have to be impartial. ഒരു നിയമം കയ്യിൽ കിട്ടിയാൽ നമുക്ക് എങ്ങനെയും അതിനെ വായിക്കാം. അത് വായിച്ചിട്ട് ജനങ്ങൾക്ക് പരമാവധി പ്രയോജനവും നന്മയും ഉണ്ടാവത്തക്ക വിധത്തിലുള്ള ഒരു വീക്ഷണം, ഒരു വ്യാഖ്യാനം നിങ്ങളുടെ മനസ്സിൽ വരണം. ഈ നിയമം വെച്ചുകൊണ്ട് എനിക്ക് ആർക്ക് എന്ത് നിഷേധിക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആർക്ക് എന്തെനിക്ക് കൊടുക്കാൻ പറ്റും എന്നിങ്ങനെ വേണം ആലോചിക്കാൻ. ഒരു ബാങ്ക് മാനേജറോട് ഞാനിത് പറഞ്ഞപ്പോൾ പല്ലാ കടിച്ചു അങ്ങോട്ട്. പല്ലല്ല, നാവ് കടിച്ചു. എന്താ നാവ് കടിക്കണേ? സ്വാമിജി, ഞാൻ ഇതേവരെ ഞാൻ പറയായിരുന്നു, കീഴുദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും അവകാശമോ എന്തെങ്കിലും ബത്തയോ കിത്തയോ ഒക്കെ ചോദിച്ച് ഒരു ആപ്ലിക്കേഷൻ തന്നാൽ ഇത് എങ്ങനെ കൊടുക്കരുത് എന്നല്ല ആലോചിക്കേണ്ടത്, എങ്ങനെയാണിത് കൊടുക്കാൻ അനുവദിക്കാൻ പറ്റുക എന്നായിരിക്കണം നമ്മുടെ ആലോചന എന്ന് പറഞ്ഞപ്പോഴാണ് നാവ് കടിച്ചത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുക, ഇന്നേ വരെ സ്വാമിജി എൻ്റെ മനസ്സിൽ ആരെങ്കിലും കീഴുദ്യോഗസ്ഥന്മാർ വല്ലതും ആവശ്യപ്പെട്ടാൽ ഇത് എങ്ങനെ നിഷേധിക്കാം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഉവ്വാ, നിങ്ങളുടെ ഒക്കെ മനസ്സ് അതുപോലെയാണ്. എന്ത് കൊടുക്കാൻ പറ്റുമെന്ന്. അപ്പം നമ്മുടെ രാജ്യത്തിൽ പല വിധത്തിലുള്ള നിയമങ്ങളുണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ നോക്കി പരിശോധിക്കുന്നവരാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്. അവരെല്ലാവരും നോക്കിയിട്ട് എന്ത് വേണം, ഈ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ ഉള്ളിൽ
പ്രജകൾക്ക്, അപേക്ഷകന്മാർക്ക് എന്ത് പരമാവധി എനിക്ക് കൊടുക്കാൻ പറ്റും എന്ന് വേണം ആലോചിക്കാൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? വല്ല ഉദാഹരണവും പറയണോ? നിങ്ങൾക്ക് കേൾക്കണോ? എന്താ മിണ്ടാതെ? നമ്മുടെ ഡോക്ടർ ശ്രീധരൻ ഉണ്ടല്ലോ, ഡൽഹി മെട്രോ, നമ്മുടെ കൊച്ചി മെട്രോ ഒക്കെ ഇപ്പോൾ നടത്താൻ പുറപ്പെടുന്ന ആൾ. അദ്ദേഹത്തിന് ആദ്യമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം എന്നെ ഡൽഹി മെട്രോയിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യമായിട്ട് കാറിൽ കയറിയിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, ശ്രീധരൻ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, ഇപ്പോൾ ഡൽഹി മെട്രോവും കുറേ അധികം മുതൽ മുടക്കുള്ളതാണ്, ഏൽപ്പിച്ച് തരുന്നുണ്ട്. ഇതെല്ലാം നടത്താനായി ശ്രീധരനെ സഹായിക്കുന്ന ഏതെങ്കിലും മൂല്യങ്ങളെ പറ്റി പറയാമോ എന്ന്. എടുത്ത വാക്കി പറഞ്ഞു ഒരൊറ്റ മൂല്യം, ഇൻറ്റഗ്രിറ്റി എന്ന്. ഇൻറ്റഗ്രിറ്റി എന്നൊരൊറ്റ വാക്ക് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് 10,000 കോടി രൂപ മുതൽ മുടക്കുന്ന ഈ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച് തന്നിരിക്കുന്നതെന്ന്. അങ്ങനെയുള്ളപ്പോൾ അതിലത്തെ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് കേൾക്കണോ? അദ്ദേഹം കൊങ്കൺ റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു ആസ് മാനേജിങ് ഡയറക്ടർ. അപ്പോൾ അന്ന് ശമ്പളമൊക്കെ 9,000, 10,000 അങ്ങനെയുള്ള ആ ലിമിറ്റിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശമ്പളം കൊടുക്കേണ്ട ചോദ്യം വന്നപ്പോൾ റെയിൽവേ ബോർഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പെൻഷനുണ്ട്, ആ പെൻഷനും ശമ്പളവും കൂടി തട്ടിക്കിഴിച്ച് നോക്കിയിട്ട് കിഴിക്കാനുള്ളത് കിഴിച്ചിട്ട് വേണം കൊടുക്കാൻ എന്നിങ്ങനെ ഒരു പരിഗണന വന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് പറഞ്ഞു? മാനേജിങ് ഡയറക്ടറാണ്, റെയിൽവേ ബോർഡിനെ എഴുതി കളയൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ടാവാം, അതിന് ചോദ്യം വരുന്നില്ല, അതിനുള്ള കാരണങ്ങളും പിന്നെ പറഞ്ഞ കാരണങ്ങൾ. അദ്ദേഹം റെയിൽവേ ബോർഡിന് എഴുതുമെന്ന് പറഞ്ഞു. റെയിൽവേ ബോർഡ് എഴുതിയപ്പോൾ എന്ത് ചെയ്തു? 4,000 ഉറുപ്പിക ഡിഡക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം കീഴുദ്യോഗസ്ഥനായ ചീഫ് എഞ്ചിനീയർ ശമ്പളത്തിനേക്കാൾ കുറവാണ്. മാനേജിങ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യണം. എത്രത്തോളം കാലം കൊങ്കൺ റെയിൽവേയിൽ ജോലി ചെയ്തോ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കൊങ്കൺ റെയിൽവേയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ റെയിൽവേ ബോർഡിന് എഴുതി. കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സ്ഥാപനമല്ല, പ്രൈവറ്റ് കമ്പനിയാണ്. റെയിൽവേയിൽ നിന്ന് കിട്ടുന്ന പെൻഷനും അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളവും കൂടി കൂട്ടിച്ചേർത്ത് അഗ്രിഗേറ്റ് ചെയ്ത് ഒരു ഡിഡക്ഷൻ നടത്താനുള്ള പ്രൊവിഷനൊന്നുമില്ല. അതുകൊണ്ട് ഈ ഡിഡക്ഷൻ തെറ്റായിപ്പോയി, എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് എഴുതി. അവർ മിണ്ടിയില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? മിണ്ടിയില്ല. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ മിണ്ടിയില്ല. ഒരു റിമൈൻഡർ അയച്ചു, അത് കഴിഞ്ഞൊരു നോട്ടീസ് അയച്ചു, അത് കഴിഞ്ഞൊരു വക്കീൽ നോട്ടീസ് അയച്ചു. അതിനും മറുപടി കിട്ടിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഡൽഹി ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തത്. ഡൽഹി ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തപ്പോൾ കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷം അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്ന ആർഗ്യുമെൻ്റ് ശരിയാണെങ്കിൽ ശമ്പളമില്ലാതെ ഈ മനുഷ്യനവിടെ ജോലി ചെയ്യേണ്ടി വരുമായിരിക്കും. അതുകൊണ്ട് ഈ ചോദ്യമില്ല, എത്രത്തോളം പണം കൊടുക്കാനുണ്ടോ അത് 12% സിമ്പിൾ ഇൻട്രസ്റ്റിൽ വേഗം കൊടുക്കണം, 4 ആഴ്ചയ്ക്കകം. അവരെല്ലാവരും കൂടി റെയിൽവേ ബോർഡ് അപ്പീലിന് പോകാൻ തീരുമാനിച്ചപ്പോൾ ജഡ്ജിമാർ വിളിച്ച് പറഞ്ഞു അത്രേ, നിങ്ങളിതിൽ അപ്പീലിന് പുറപ്പെടുക, വേറെ എന്തെങ്കിലും ചെയ്താൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ് നിങ്ങൾക്കെതിരെ എടുക്കും എന്ന് പറഞ്ഞു അത്രേ. നല്ല പോലെ ജോലി ചെയ്യുന്ന, ദേശീയ സേവനമനുഷ്ഠിക്കുന്ന, എല്ലാവർക്കും മാന്യനായി സമ്മതിപത്രം മേടിച്ചിട്ടുള്ള ഒരാൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞതാണ്, യു ആർ ദ പ്രൈഡ് ഓഫ് ഇന്ത്യ, യു ആർ എ റോൾ മോഡൽ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞതാ, മുമ്പിലത്തെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾ ഉപദ്രവിക്കുകയാണ്, ഹാരസ് ചെയ്യാണ്, ഞങ്ങൾ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ 7.5 ലക്ഷം ഉറുപ്പിക കൊടുത്തു. അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അത്ര, ഈ പൈസയിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ എടുക്കില്ല, അത്യാവശ്യം എന്തോ കുട്ടികൾക്ക് കൊടുത്ത് ബാക്കിയുള്ളത് മുഴുവൻ ഒരു ട്രസ്റ്റ് തുടങ്ങിയിട്ട് ആ ട്രസ്റ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്തിനാ ഞാനിത് പറയണത്? ഈ റെയിൽവേ ബോർഡിന് എന്തായിരുന്നു ആവശ്യം? റെയിൽവേ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് സമ്മതിച്ചു. കൊങ്കൺ റെയിൽവേയോ ഡൽഹി മെട്രോയോ ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ്. ആ പ്രൈവറ്റ് കമ്പനികളിൽ ഗവൺമെൻറ്റിന് ഒരു സ്ഥലത്തിലുള്ള മൂക്കുമില്ല കണ്ണുമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയണത്, അഡ്മിനിസ്ട്രേറ്ററായി ഇരുന്നാൽ പോരാ കൂട്ടരെ, ഒരേ സമയത്തും നമ്മൾ ഓരോ കാര്യം മുമ്പിൽ വരുമ്പോൾ അവിടെ വ്യക്തി വൈരാഗ്യമോ ഗുണമോ ദോഷങ്ങളോ വൈരാഗ്യമോ വെറുപ്പോ ഒന്നുമില്ലാതെ നമ്മുടെ മുമ്പിലുള്ള കടലാസ് വേണ്ടതുപോലെ വ്യാഖ്യാനിച്ച് പരമാവധി പ്രയോജനമുണ്ടാവത്തക്ക വിധത്തിൽ വേണം ഒരു അഡ്മിനിസ്ട്രേറ്റർ പെരുമാറാൻ.
ഈ പോയിൻ്റാണ് ഞാൻ അന്ന് IAS ട്രെയിനീസിനെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. പിന്നീട് സുന്ദരം എന്നോട് പറയുമായിരുന്നു, പലരും വന്ന് സംസാരിച്ചു ആ കോഴ്സ് നടക്കുമ്പോൾ, സ്വാമിജിക്ക് ആ മാക്സിമം മാർക്ക് അവർ തന്നിരിക്കണത്. ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. ഞാൻ എന്തിനാ അത് പറയണത്? ഇതൊക്കെ ശ്രീധരൻ എപ്പോഴും പറയും, വിഷ്ണു സഹസ്രനാമം ചെറുപ്പകാലം മുതൽക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുക. എല്ലാ വിധത്തിലുള്ള പ്രതിസന്ധി വരുന്ന സമയത്തും ആ പ്രതിസന്ധികളെ നേരിടാൻ ഈ വിഷ്ണു സഹസ്രനാമം വളരെ സഹായിച്ചിട്ടുണ്ട്. ഞാനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അത് അധ്യാത്മമൊക്കെയായി വളർന്ന ധ്യാനവും സമ്പ്രദായങ്ങളുമായി. ഇതുമാതിരി ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന കൃഷ്ണമൂർത്തി ഒരാളുണ്ട്. അദ്ദേഹം വിഷ്ണു സഹസ്രനാമം ഒരു വലിയ ഓർഗനൈസേഷൻ ഉണ്ട് മദ്രാസിൽ, ഓൾ ഇന്ത്യ ബേസിസിൽ, അതിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹവും വിഷ്ണു സഹസ്രനാമക്കാരനാണ്. നിങ്ങൾ എന്താ ഈ പറയണത്? കുറേ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു, കീർത്തനങ്ങൾ പാടി, സഹസ്രനാമം ജപിച്ചു, അധ്യാത്മമായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു, ഒന്ന് പരിചിന്തനം ചെയ്തു, പരിഗണിച്ചു, വിചാരം ചെയ്തു എന്ന് വന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കേട്? ഒരു പടി നന്മയുണ്ടാവും. ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോയി എന്ത് തന്നെ വന്നാലും ഞാൻ മാറില്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു തീരുമാനം. ഒരാളൊരു പുസ്തകം എഴുതുന്നുണ്ട്. ആ പുസ്തകം എഴുതുമ്പോൾ പറഞ്ഞു, സ്വാമിജിക്ക് ശ്രീധരനെ അറിയാമല്ലോ, ഞങ്ങൾക്ക് കുറച്ചൊന്ന് എഴുതി തരുമോയെന്ന്. അപ്പോഴാണ് ഞാൻ സംസാരിച്ച വിഷയങ്ങളൊക്കെ വെച്ച് ഞാൻ ഒരു 5-8 പേജിൽ ഒരു മാറ്റർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ വിശേഷപ്പെട്ട സമ്പ്രദായങ്ങളാണ്. ഇദ്ദേഹം DMRCയിൽ 1500 കോടി ഉറുപ്പിക അവിടെ നിക്ഷേപം ചെയ്ത് വെച്ചിട്ടുണ്ട്, അപകടത്തിന് എപ്പോൾ വേണമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ്. 1500 കോടി ഉറുപ്പികയാണ് വെച്ചിരിക്കുന്നത്, യാതൊരു കുഴപ്പവുമില്ലാതെ കാര്യങ്ങൾ നടത്താൻ. എന്തൊക്കെയാ ജീവിതത്തിൽ അതിന് അദ്ദേഹത്തിനെ സഹായിച്ചത്? മുഴുവൻ ഈ ഇൻറ്റഗ്രിറ്റിയാണ്, ഈ അധ്യാത്മമായിട്ടുള്ള ആ സമ്പന്നതയാണ്. ശ്രീധരനെ സഹായിച്ചത് ആൾ സ്വാധീനമല്ല, പഠിപ്പല്ല, പ്രതാപമല്ല, പരിചയസമ്പന്നതയല്ല, തൻ്റെ ഉള്ളിലുള്ള ആത്മവിശ്വാസ ദാർഢ്യം, ആ സത്യസന്ധതയും വ്യഗ്രതയും ഉള്ളവരെയാണ് ഈ ഉപരി നിയമങ്ങൾ ഇറങ്ങി വന്ന് സഹായിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാജാക്കന്മാർക്ക് ഇത് ആവശ്യമാണ്. അതാണ് ജനകൻ ഇത് ചോദിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കുന്നത്. ജനകൻ്റെ ജീവിതത്തിൽ, ശ്രീരാമൻ്റെ ജീവിതത്തിൽ കൈകേയി കാട്ടിലേക്ക് പോകണം എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളെല്ലാവരും അതാ പറയുക. നിങ്ങൾ പോവോ ചോദിച്ചാൽ എന്നോട് ഒരൊറ്റ ആൾ പോവെന്ന് പറയുന്നവരില്ല, ഒക്കെ ഞാൻ പോവില്ല എന്ന് പറയുന്നവരാ ഇവിടെയുള്ള കേമന്മാരും കേമികളും ഒക്കെ. ഒരു കുട്ടി എണീറ്റ് നിന്ന് പറയും ഞാൻ പോവുന്നു, ബാക്കി ഒരൊറ്റ ആൾ മുതുക്കന്മാർ ഞാൻ പോവെന്ന് പറഞ്ഞ ഒരൊറ്റ ആൾ എൻ്റെ സദസ്സിന് മുമ്പിലുണ്ടായിട്ടില്ല. ശ്രീരാമൻ എങ്ങനെ സാധിച്ചു? ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ പ്രജകൾക്ക് ആരാധ്യനാവണം. പ്രജകൾക്ക് ആരാധ്യനായിട്ടേ അവിടെ ഇരുന്ന് ഭരിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ടാവുള്ളൂ. ആ ആരാധ്യതയ്ക്ക് ഒരു കോട്ടം വന്നു, മങ്ങൽ വന്നു എന്ന് പറഞ്ഞാൽ ആ സിംഹാസനത്തിൽ ഇരിക്കരുത്. അവിടുന്ന് പോയി സീതയുടെ കൂടെ ഇരിക്കാൻ വിരോധമില്ല, അങ്ങനെ ഇരിക്കാൻ സീത പോലും ഇഷ്ടപ്പെടില്ല. എവിടെയായി സിംഹാസനം വിട്ടിട്ട് രാമൻ പോയാൽ എവിടെ ആരാ ആരാധിക്കുക, ആരാ സമ്മതം കൊടുക്കുക? അത് തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു? വസിഷ്ഠർ 18 ദിവസം ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു അധ്യാത്മമായിട്ടുള്ള സംവാദം. യോഗവാസിഷ്ഠ രാമായണം മുഴുവൻ അതാ. അന്ന് രാമന് 16 വയസ്സാണ് പ്രായം. ഇവിടെ ജനകൻ പ്രായം കൂടിയ ആളാണ്. എത്ര കടുത്ത തീരുമാനം, ദാരുണമായ തീരുമാനം. സുസാധ്യമാകണമെങ്കിൽ ആത്മജ്ഞാന സമ്പന്നത, അതിൻ്റെ വെളിച്ചം, അതിൻ്റെ സഹായം വേണം. 45 ലക്ഷം 10 ഒഴികെ എല്ലാവരെയും കൊന്നൊടുക്കുന്ന മഹാഭാരത യുദ്ധമാണ് അർജുനന് പങ്കാളിയായി ലീഡ് ചെയ്യേണ്ടി വന്നത്, നേതാവായി. അതിനുള്ള ചങ്കൂറ്റം, മനസ്ഥിതി, സ്ഥിരബുദ്ധി എങ്ങനെയുണ്ടായി? തന്നെ തളർക്കുന്ന പല സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായാലും ശരി, അതിൽ കൂസാതെ, അതിൽ കുനിയാതെ, ഗാണ്ഡീവം കയ്യിലെടുത്ത് മുത്തച്ഛനെ കരഞ്ഞുകൊണ്ടാണ് അമ്പെയ്തത്. എൻ്റെ തല താണിരിക്കണു അർജുന എന്ന് പറഞ്ഞു ഒന്ന് നോക്കി. ബാക്കിയുള്ളവർ തലോണ കൊണ്ടുവരാൻ പുറപ്പെട്ടു. ഭീഷ്മപിതാമഹന് വേണ്ടത് തലോണയല്ല. അങ്ങനെ അർജുനൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പാവം മനസ്സിലായി. ഗാണ്ഡീവ് എടുത്തു, ഠാപ്പ് ഠാപ്പ് നിർത്തി. ആർക്ക് സാധിക്കും ഇത്? ഈ സദസ്സിൽ ഒരാളെങ്കിലും ഉണ്ടോ അർജുനൻ ചെയ്ത ആ കൃത്യം ചെയ്യാൻ സാധിക്കുന്നവൻ?
അതിനെ അർജുനനെ ശക്തനാക്കിയത് ഈ ആത്മജ്ഞാന സമ്പന്നതയാണ്. ആത്മജ്ഞാന സമ്പന്നതയാണ്. ഈ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഉൾ വ്യക്തിത്വത്തിൻ്റെ മഹിമ, അതിൻ്റെ ആഴം, അതിൻ്റെ വിസ്താരം, അതിൻ്റെ ഉത്തുംഗത, അതിൻ്റെ പ്രഭാവം, അതിൻ്റെ പ്രാഗൽഭ്യം, അതിൻ്റെ പ്രാബല്യം, അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങളെ പുറത്തുള്ള ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കില്ല. എത്ര വെള്ളം നിങ്ങൾ കുടിക്കും വയറ്റിലിരിക്കാൻ ഒന്ന് പറയും? 2 ലിറ്റർ കുടിക്കുമായിരിക്കാം, കഴിഞ്ഞു. എത്ര ഊണ് കഴിക്കും നിങ്ങൾ? 3 കിലോ ഊണ് കഴിക്കുമായിരിക്കാം, അതിൽ കൂടുതൽ പറ്റില്ല. ശ്വാസം എത്ര എടുക്കും? അത് തന്നെത്താനെ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളു നിറയ്ക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല കൂട്ടരെ. നിങ്ങളെ ഉള്ളു നിറയ്ക്കാനുള്ളത് ഉൾഗുണങ്ങളും മൂല്യങ്ങളും മഹിമകളുമാണ്. അത് മാത്രമേ നമ്മുടെ ഉള്ളിൽ നിറയുള്ളൂ. അത് എത്രയുണ്ടെങ്കിലും നമുക്ക് അധികമായി എന്ന് വരില്ല. കുട്ടികളായാലും ഉദ്യോഗസ്ഥന്മാരായാലും ഭരണകർത്താക്കളായാലും ഗൃഹസ്ഥന്മാരായാലും വീട്ടമ്മമാരായാലും സർവ്വ ആൾക്കാർക്കും ഈ ആത്മജ്ഞാനം ഉൾപതക്കമായി ശോഭിക്കുന്നതാണ്. അതാണ് ഈ ജനക മഹാരാജാവ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് 20ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. 1-ാം അധ്യായം. ഏകം സർവഗതം വ്യോമ ബഹിരന്തർയഥാ ഘടേ നിത്യം നിരന്തരം ബ്രഹ്മ സർവഭൂതഗണേ തഥാ. ചൊല്ലിക്കോളൂ. ഏകം സർവഗതം വ്യോമ, ഏകം സർവഗതം വ്യോമ ബഹിരന്തർയഥാ ഘടേ, ബഹിരന്തർയഥാ ഘടേ നിത്യം നിരന്തരം ബ്രഹ്മ, നിത്യം നിരന്തരം ബ്രഹ്മ സർവഭൂതഗണേ തഥാ, സർവഭൂതഗണേ തഥാ, സർവഭൂതഗണേ തഥാ, സർവഭൂതഗണേ തഥാ. ഇത് ഉരുവിടനപ്പ സഹസ്രനാമം പോലെ എല്ലാം കൂടിയിട്ട് ഏകം സർവഗതം വ്യോമ ബഹിരന്തർയഥാ ഘടേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ കൂടെ വരുമോ? ഭൂമി പരക്കില്ല, വെള്ളം പരക്കും, പക്ഷേ മേപ്പെട്ട് പോവില്ല. വെള്ളത്തിന് ഭൂമിയേക്കാൾ വ്യാപക ശക്തിയുണ്ട്, പക്ഷേ മുകളിലേക്ക് പോവില്ല, താഴത്തേക്കേ പരക്കുള്ളൂ. വാട്ടർ വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ ലെവൽ. മുകളിലേക്കും 4 ഭാഗത്തേക്കും പോകുന്നത് കാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം വായുവിന് വ്യാപക ശക്തി കൂടുതലാണ്. പക്ഷേ സർവവ്യാപകത്വം വായുവിനില്ല. ആകാശം എന്ന് പറഞ്ഞാലോ ഉള്ളിലും പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതാണ്. ഒരു പാത്രത്തിൽ കാറ്റുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ഉള്ളിലേ ഉണ്ടാവുള്ളൂ. ആ പാത്രത്തിൻ്റെ മതിലുണ്ടല്ലോ, പാത്രം, ആ മെറ്റല്, അതിൻ്റെ ഉള്ളിൽ വ്യാപിക്കില്ല. പക്ഷേ ആകാശം ഉള്ളിലും പുറത്തും ഒരുപോലെ വ്യാപിക്കുന്നതാണ്. ഏകം സർവഗതം വ്യോമ, ആ ആകാശം ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ അത് സർവഗതമാണ്. എല്ലാ ദിക്കിലും ഗമിക്കുന്നു, എല്ലാ ദിക്കിലും സഞ്ചരിക്കുന്നു, എല്ലാ ദിക്കിലും വ്യാപിക്കുന്നു. വ്യോമ, അങ്ങനെയുള്ള ആകാശം ബഹിരന്തർയഥാ ഘടേ. ഒരു കുടത്തിൻ്റെ ഉള്ളിൽ കാറ്റുണ്ട്, പുറത്ത് കാറ്റുണ്ട്. കുടത്തിൻ്റെ മതിലുണ്ടല്ലോ, അത് രണ്ടിനെയും വിഭജിക്കുന്നു, വേറെടുത്തുന്നു. നമ്മൾ പ്ലെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ആ പ്രഷർ ഭൂമിയിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ, സമ്മർദ്ദത്തേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് ഈ പ്ലെയിൻ സഞ്ചാരത്തിന് നമ്മളെ ക്ഷീണിപ്പിക്കാനുള്ള ഒരു ശക്തിയുള്ളത്. ഒരു കാരണം, ഇവിടെയുള്ള ടെമ്പറേച്ചറിനേക്കാൾ കൃത്യം എത്രയാണെന്ന് എനിക്കറിയില്ല, കുറച്ച് കുറവാണ്. ഇവിടെയുള്ള ടെമ്പറേച്ചർ പ്ലെയിനിൻ്റെ ഉള്ളിലും കൂടി നമുക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ആ പ്ലെയിനിൻ്റെ മതിൽക്കനമുണ്ടല്ലോ അലുമിനിയത്തിൻ്റെ, വളരെയധികം കൂട്ടേണ്ടി വരും അതിൻ്റെ ഭാരം. അതിന് തയ്യാറില്ലാത്തത് കൊണ്ടാണ് അവർ ഈ എയർ പ്രഷർ ഭൂമിയിലുള്ളതിനേക്കാൾ താഴ്ത്തി നിർത്തുന്നത്. അപ്പോൾ കാറ്റ് ഉള്ളിൽ പ്രഷർ കൂടിയാലും മെറ്റലിനെ ഭേജിച്ചുകൊണ്ട് വ്യാപിച്ചുകൊണ്ട് പുറത്തേക്ക് പോവില്ല. എന്നാൽ ആകാശം അങ്ങനെയല്ല. ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അതോ ആകാശം എന്ന് പറയുമ്പോൾ വിഭാവനം ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ടോ? ആകാശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളിലും പുറത്തും മെറ്റലിലും എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നതാണ്. ബഹിരന്തർയഥാ ഘടേ നിത്യം നിരന്തരം ബ്രഹ്മ. പാഞ്ചഭൗതികമായി ഈ ലോകത്തിൽ സർവവ്യാപകമായി നിൽക്കുന്നതാണ് ബ്രഹ്മം. ആകാശം തന്നെ സർവവ്യാപകമാണെങ്കിൽ ആകാശമടക്കമുള്ള പഞ്ചഭൂതങ്ങളിൽ വ്യാപിക്കുന്ന ബ്രഹ്മം എത്രയോ അധികം സർവവ്യാപകമാകേണ്ടേ. എന്താ മിണ്ടാത്തെ?
മനസ്സിലായില്ല? എന്താ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെപ്പാ? ആകാശമടക്കമുള്ള പഞ്ചഭൂതങ്ങൾ, ആ പഞ്ചഭൂതങ്ങളിൽ വ്യാപിക്കുന്നതാണ് പരബ്രഹ്മം എന്ന് വരുമ്പോൾ ആകാശത്തേക്കാൾ വ്യാപക ശക്തിയും സൂക്ഷ്മതയും അതിന് വേണ്ടേ? അപ്പം ഈ ബ്രഹ്മമില്ലാത്ത സ്ഥലമുണ്ടോ? അത് നിത്യമാണ്, എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കുന്നതാണ്. പാഞ്ചഭൗതിക പ്രപഞ്ചം ഇല്ലാതായാലും ബ്രഹ്മമില്ലാതെ ആവില്ല. നിരന്തരം ഒരു തരത്തിലുള്ള മാറ്റവും മോഡിഫിക്കേഷനും വരാതെ തുടരുന്നതാണ് ബ്രഹ്മം എന്ന് പറയുന്ന ആ സെൻഷ്യൻ്റ് ട്രൂത്ത്, സെൻഷ്യൻ്റ് റിയാലിറ്റി, that consciousness that animates your body, activates the senses. ചേതനാത്മകമായി ശരീരമുണ്ട് എന്ന് നമ്മളെ ഉണർത്തി തന്നുകൊണ്ട് കണ്ണിനെ അടച്ചും തുറന്നും കയ്യിനെ അനക്കിയും കാല് നീക്കിയും ശ്വാസകോശത്തെ പ്രവർത്തിപ്പിച്ചും പല വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്തസ്സത്ത, ആ ഉള്ളുണർവുണ്ടല്ലോ, ആ ഉള്ളുണർവ് സർവഭൂതഗണേ തഥാ, എല്ലാ ഭൂതസമൂഹങ്ങളിലും ആകാശത്തെ പോലെ വ്യാപിച്ചിരിക്കുന്നു. ഈ ബ്രഹ്മത്തെയാണ് നാം പരമാത്മാ എന്ന് പറയുന്നത്, അതിനെയാണ് പരമേശ്വരൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരൻ എല്ലാ ദിക്കിലും ഉണ്ടോ ഇല്ലേ? ഉണ്ടോ? എല്ലാ ദിക്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ഓർമ്മ വയ്ക്കണ്ടേ അത് എല്ലാ ദിക്കിലും ഉണ്ടെന്ന്? ഓർമ്മ വയ്ക്കണ്ടേ? അന്തശൂന്യോ ബഹിശൂന്യ ശൂന്യകുംഭ ഇവ അംബരേ അന്തഃപൂർണോ ബഹിഃപൂർണ പൂർണകുംഭ ഇവ ആർണവേ. ബ്രഹ്മധ്യാനം, ഈശ്വരധ്യാനം വേണ്ടതുപോലെ ചെയ്ത് പരിശീലിച്ച് മുന്നേറിയാൽ അവസാനം മനസ്സിന് എന്താ സംഭവിക്കുക? ആദ്യം മനസ്സിന് ശുദ്ധിയായി, മനസ്സിൽ വരുന്ന മനോവൃത്തികൾക്ക് കനം കുറയും, സ്പീഡ് കുറയും, കൂടുതൽ ശാന്തമാകും. അവസാനം നേർത്ത് എന്താവും? പിന്നെ പറയൂ. ഞാൻ ബോർഡിലൊരു വര വരച്ചു, അതിൻ്റെ കനം കുറച്ചു, പിന്നെ എന്താവും? കാണാൻ തന്നെ ഉണ്ടാവില്ല. അതുപോലെ നമ്മുടെ മനസ്സിലുള്ളതായ മനോവൃത്തികൾ നേർത്ത് കനം കുറഞ്ഞ് സ്പീഡ് കുറഞ്ഞ് നിങ്ങളോട് നടക്കാൻ പറഞ്ഞു, നടക്കൂ, സ്പീഡ് കുറയ്ക്കൂ, പോരാ, കുറയ്ക്കൂ. അങ്ങനെ സ്പീഡ് ഏറ്റവും അധികം കുറഞ്ഞാൽ എന്തു ചെയ്യും? നടക്കാതെ നിൽക്കും. അതുപോലെയാവും നമ്മുടെ മനസ്സ്. അങ്ങനെ ആവുന്ന മനസ്സിനെ ചിത്രീകരിക്കണു ആര്? വസിഷ്ഠദേവൻ. അന്തശൂന്യോ ബഹിശൂന്യ. ഒരു കുടം, ആ കുടമെടുത്തിട്ട് ഒരു ശൂന്യമായ അന്തരീക്ഷത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയി ആകർഷണശക്തിക്കൊക്കെ അപ്പുറത്ത് കിടന്ന് ആ അയോണോസ്ഫിയറിലെത്തി അവിടെ അങ്ങോട്ട് വിട്ടു. അപ്പം ആ കുടത്തിൻ്റെ ഉള്ളിലും പുറത്തും എന്തായിരിക്കും സ്ഥിതി? ഒന്നുമില്ലായ്മ. അന്തശൂന്യോ ബഹിശൂന്യ ശൂന്യകുംഭ ഇവ അംബരേ. അംബരം എന്ന് പറഞ്ഞാൽ ആകാശം. ആ ആകാശത്തിൽ ശൂന്യമായ ഒരു കുംഭത്തെ കൊണ്ടിട്ടാൽ എങ്ങനെയായിരിക്കും? അങ്ങനെ ആയിത്തീരും നിങ്ങളുടെ ഉൾഭാഗം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ള്. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അന്തശൂന്യോ ബഹിശൂന്യ ശൂന്യകുംഭ ഇവ അംബരേ. അതേപോലെ അന്തഃപൂർണോ ബഹിഃപൂർണ പൂർണകുംഭ ഇവ ആർണവേ. അതേ കുടമെടുത്തു, ഒരു സമുദ്രത്തിൽ കൊണ്ടുപോയി നിറച്ചു, എന്നിട്ട് താഴത്തേക്കാ വിട്ടു. അപ്പോൾ ആ കുടത്തിൻ്റെ ഉള്ളും പുറത്തും എന്തായിരിക്കും സ്ഥിതി? അങ്ങോട്ട് പോകണോ? അപ്പോൾ സമുദ്രത്തിൽ പോയിട്ട് വേണോ മറുപടി പറയാൻ? കുടത്തിൻ്റെ ഒപ്പം താഴത്തേക്ക് പോയിട്ട് വേണോ? ആലോചിച്ച് പറയും നിങ്ങൾ. കുടം അങ്ങോട്ട് നിറച്ച് താഴത്തേക്ക് അങ്ങോട്ട് വിട്ടാൽ അതിൻ്റെ ഉള്ളിലും സമുദ്രവെള്ളം നിറഞ്ഞു, പുറത്തും സമുദ്രവെള്ളം. അപ്പം നിറവുണ്ടവിടെ. ആകാശത്തിൽ ശൂന്യമാ, നിറവില്ല. ഇത് രണ്ടും ഒരുപോലെയാണ്. പലപ്പോഴും നിങ്ങളുടെ മനസ്സ് ശുദ്ധനിർമ്മലമായി മനോവൃത്തികളെല്ലാം അസ്തമിച്ച് ഒരു തരത്തിലുള്ള അഹങ്കാരമോ ഭേദബുദ്ധിയോ ഇല്ലാതെ
ഞാനുണ്ട്, ലോകമുണ്ട്, ഞാനുണ്ട്, ഈശ്വരനുണ്ട്, ഈശ്വരനുണ്ട്, ലോകമുണ്ട്, എൻ്റെ ജന്മം, മരണം, പൂർവ്വജന്മം, കർമ്മം, ബന്ധം, ഇങ്ങനെയുള്ള ആലോചനകളൊന്നും നിങ്ങളുടെ മനസ്സിന് തീണ്ടാതെ, മനോവൃത്തികളൊന്നും തന്നെ ഇല്ലാതെ അസ്തമിച്ച് ശുദ്ധ നിർമ്മലമായി തീരും നിങ്ങളുടെ മനസ്സ്. ആ ശുദ്ധ നിർമ്മല മനസ്സ് ഉള്ളിലങ്ങോട്ട് നിറയുമ്പോൾ ഈ പുറത്തും ശുദ്ധ നിർമ്മലമായിരിക്കും അന്തരീക്ഷം മുഴുവനും. അത് വിട്ട് ചില സമയത്ത് മനസ്സിങ്ങനെ നിറഞ്ഞ് ആനന്ദത്തിൻ്റെ നിറവിൽ, അതിൻ്റെ തിറവിൽ, അതിൻ്റെ മികവിൽ നിങ്ങൾക്കിങ്ങനെ ആറാടാനും സാധിക്കും. ഒന്ന് ദൈഹികമായ അനുഭവമാണ്, മറ്റേതോ ആന്തരമായ അനനുഭവമാണ്. ഇത് രണ്ടും ഒരുപോലെ സാധിക്കും. ഇങ്ങനെ ഒരു ആത്മാ എന്നൊന്ന് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിനെന്താ മറുപടി പറയുക? ദേഹാദന്യോ നാസ്തി ദേഹീതി ചേത്വം സ്വപ്നേ ഗോവാ വേത്തി സർവം വികാരം സുപ്തൗ ഗോവാ ശൂന്യവേത്താ പ്രബോധേ ഗൃഹാത്യക്ഷൈ ദൃശ്യജാതം വദസ്വ. കൈവല്യ നവനീതത്തിലെ ഒരു ശ്ലോകമാണിത്. തമിഴിലെഴുതിയ ഒരു ഗ്രന്ഥ, അതിന് സംസ്കൃത തർജ്ജമയും ചെയ്തിട്ടുണ്ട്. ദേഹവിലക്ഷണമായി ദേഹത്തിൽ ഒരാത്മാ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ, സ്വാമിജി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ദേഹം മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കുറേ കാറ്റ് നുഴഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നുണ്ട്, പുറത്തും വരുന്നുണ്ട്, അതല്ലാതെ ഒന്നും അറിയില്ല. മരമണ്ടന്മാരിങ്ങനെ എങ്ങനെയാണ് സംസാരിക്കുക? അപ്പം നിങ്ങൾക്കൊരു ചിന്തയില്ലേ, മനസ്സില്ലേ? ദ്രവ്യത്തിന് ചിന്തിക്കാൻ പറ്റുമോ? ഊർജത്തിന് ചിന്തിക്കാൻ പറ്റുമോ? അതിന് ഫീലിങ്സ്, തോന്നല്, ഭാവമുണ്ടാവുമോ? ഇല്ല. അപ്പം പിന്നെ ഈ തോന്നിക്കുന്നത് ആരാ? എന്തോ ഒന്നുണ്ടല്ലോ അവിടെ. ഉണ്ട്. പിന്നെ എന്താ അത്? നിങ്ങൾക്കല്ലേ തോന്നല്, നിങ്ങൾക്കല്ലേ വിചാരം, നിങ്ങൾക്കല്ലേ സംശയം, നിങ്ങൾക്കല്ലേ കുറേ കാലം കുറേ നേരം ദേഹമുണ്ടെന്നൊരു തോന്നല്. ഇല്ലയെന്ന് തോന്നിക്കൊണ്ടാണല്ലോ കിടന്ന് ഉറങ്ങണത്. അപ്പോൾ ഉണ്ടെന്ന് തോന്നിക്കുന്നതും ഇല്ലെന്ന് തോന്നിക്കുന്നതുമായ എന്തോ ഒരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ട്. അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അനുഭവം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും. ആലോചന കൊണ്ട് അതിനെ കൂടുതൽ അർത്ഥമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ദേഹത്തിൽ ദേഹവിലക്ഷണമായി ഒന്നുമില്ല എന്ന് പറയുന്ന പക്ഷം 3 ചോദ്യത്തിന് മറുപടി പറയണം എന്ന് പറയുകയാണ് ശങ്കുകവി. താണ്ഡവരായർ എന്താ പറയണേ? സ്വപ്നേ ഗോവാ വേത്തി സർവം വികാരം. കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ പല വിധത്തിലുള്ള അനുഭവമുണ്ട്. കിടക്കണത് വീട്ടിൽ കട്ടിലാണ്. സ്വപ്നം കാണുമ്പോഴോ ലണ്ടനിലേക്ക് പോയി. അപ്പോൾ ലണ്ടനിലേക്ക് പോയത് ഏത് ശരീരമാണ് പോയത്? നിങ്ങൾ ഏത് ശരീരത്തിൽ കിടന്നുറങ്ങിയോ അത് അവിടെ കിടക്കണു. അപ്പോൾ പോയി എന്നുള്ള അനുഭവം ഉണ്ടാവുന്നില്ലേ? ഉവ്വ്. ആ അനുഭവം ഏത് ശരീരം കൊണ്ടാണ് പോയത്? ഇവിടെ കിടക്കണ ശരീരം കൊണ്ടല്ല, പുതിയൊരു ശരീരം കൊണ്ടാണ്. ഏത് ലണ്ടനിലേക്കാണ് പോയത്? നിങ്ങൾ പോയത് ആരെങ്കിലും കണ്ടുവോ? ഞാൻ എൻ്റെ ലണ്ടനിലേക്കാണ് പോയത്. ഒരു ശരീരം പുതിയതായിട്ടുണ്ടാക്കിയിട്ടാണ് പോയത്. ഞാൻ പോയ സമയത്ത് ഒരൊറ്റ ആളെന്നെ കണ്ടിട്ടില്ല. ഞാൻ എല്ലാവരെയും കണ്ട് സംസാരിച്ചു മടങ്ങിപ്പോന്നു. അപ്പോൾ സ്വപ്നത്തിൽ പലവിധത്തിലുള്ള വികാരങ്ങളും ഭാവങ്ങളും നടക്കണു. അതിനെ മുഴുവൻ ദർശിച്ചും അനുഭവിച്ചും അതിന് പാത്രമായും ഇരിക്കുന്ന എന്തോ ഒരു ഘടകം അവിടെ ഉണ്ടല്ലോ. അത് ഉപായപ്പെട്ടതല്ലല്ലോ. സ്വപ്ന ശരീരം രചിച്ചു, സ്വപ്ന പന്ഥാക്കൾ രചിച്ചു, സ്വപ്ന ദൃശ്യങ്ങൾ രചിച്ചു. സ്വപ്ന ലണ്ടനിലേക്ക് പോയി, അവിടെ വിശന്നു, ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നു. നോക്കുമ്പോഴോ ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിക്കാതെ വയറ്റിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ സ്വപ്നാനുഭവങ്ങൾ മുഴുവൻ ആരാ ഉണ്ടാക്കിയത്? ഒന്ന് മറുപടി പറയും. ആ ചോദ്യത്തിന് മറുപടി സുപ്തൗ ഗോവാ ശൂന്യവേത്ത പ്രബോധേ. അതുപോലെ ജാഗ്രത അവസ്ഥയിൽ മുഴുവൻ ഓടിച്ചാടലും നട്ടം തിരിച്ചലും നൂലാമാലുകളും വട്ടം തിരിച്ചലും എല്ലാമായി തിരക്കും ബഹളവും സംഘർഷവും ഒക്കെ ആയിട്ടിരിക്കണു. ഇതൊക്കെ കഴിഞ്ഞ് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങണു. ആ ഉറങ്ങുന്ന സമയത്ത് അതേവരെ ഉണ്ടായിരുന്നതൊന്നും ഇല്ല, എല്ലാം മറന്നു എന്ന് പറയുന്ന ആ ശൂന്യവേത്താവ്, ശൂന്യത്തിനെ അറിയുന്നവനാരാ? സ്വപ്നത്തിലെല്ലാം രചിച്ചതാരാ? സുഷുപ്തിയിലെല്ലാം മറന്നതാരാ? ഗൃഹാത്യക്ഷൈ ദൃശ്യജാതം വദസ്വ. അതേ ആൾ തന്നെയല്ലേ എണീറ്റ്
ഈ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങളെ മുഴുവൻ ഗ്രഹിക്കുന്നത്? ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളെ വിനിയോഗിച്ച് ദൃശ്യജാതം ദൃശ്യസമൂഹം മുഴുവൻ ഗ്രഹിക്കണു. സ്വപ്നത്തിൽ പുതിയ ഒരു ലോകം രചിക്കണു. ഉറക്കത്തിൽ എല്ലാം വിട്ട് ഒന്നും അറിയാതെ കിടന്നുറങ്ങണു. ഇത് മൂന്നും ഈ ശരീരമാണോ ചെയ്യുന്നത്, അതോ ശരീരവിലക്ഷണമായ ഒന്നുണ്ടെന്ന് സമ്മതിക്കുന്നുവോ? എന്താ മിണ്ടാതെയോ? എനിക്ക് തോന്നുന്നത് നിങ്ങളിലൊക്കെ അടുത്തു വരണമെന്ന്, എന്നിട്ട് മറുപടി കേൾക്കണമെന്ന്. ഗൃഹാത്യ അക്ഷയീ ദൃശ്യജാതം വദസ്വ. പറയൂ എൻ്റെ അടുത്ത് പറയടോ. ആരാണ് ലണ്ടനിലേക്ക് പോയത്? തൻ്റെ ശരീരം ഇവിടെ കിടക്കണു. ചില സമയത്ത് കഴുത്ത് മുറിച്ചു എന്ന് സ്വപ്നം കാണാറുണ്ട്. നമ്മുടെ കഴുത്ത് മുറിച്ചു എന്ന് എണീക്കുമ്പോൾ കഴുത്ത് അവിടെയുണ്ട്. അപ്പം ഈ സ്വപ്നാനുഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കാൻ ഈ ജാഗ്രത് ശരീരമല്ലാതെ ഒന്നുണ്ടല്ലോ. ശരീരം തന്നെ ഇല്ല എന്ന് നമ്മളെ അനുഭവിപ്പിക്കുന്നത് ശരീരമാവില്ലല്ലോ. അതേ ആൾ തന്നെയല്ലേ ഉണർന്നിരുന്ന് ഇന്ദ്രിയങ്ങൾ മുഖേന ലോകത്തെ ഗ്രഹിക്കുന്നതും. നിങ്ങളുടെ ഉള്ളിൽ എത്ര ഞാനുണ്ട്? സ്വപ്ന ഞാൻ, ഉറക്ക ഞാൻ, ഉണർന്ന ഞാൻ, അങ്ങനെയുണ്ടോ? മൂന്നാൾ. എന്നാൽ ഭ്രാന്ത് വരില്ലേ എല്ലാവർക്കും? ഒറ്റ ഞാനേ ഉള്ളൂ. ആ ഞാനാണിത് മുഴുവൻ ചെയ്യുന്നത്. അപ്പം അതിനെപ്പറ്റി സംശയിച്ചിട്ട് ഒരു കാര്യവുമില്ല. ബ്രഹ്മജ്ഞാനാവലി എന്ന് പറഞ്ഞ് ശങ്കരാചാര്യൻ ഒരു സ്തോത്രം എഴുതിയിട്ടുണ്ട്, വളരെ വിശേഷപ്പെട്ടതാ. ആ സ്തോത്രത്തിലും പാട്ടുണ്ടപ്പാ. ഭഗവാനെ സ്തുതിക്കുന്നത് പോലെ നമ്മളെയും സ്തുതിക്കാം. നിത്യശുദ്ധ വിമുക്തോഹം നിരാകാരോഹമവ്യയഃ ഭൂമാനന്ദസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. നിത്യശുദ്ധ വിമുക്തോഹം നിരാകാരോഹമവ്യയഃ ഭൂമാനന്ദസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. പാടൂ. നിങ്ങൾ വേണ്ടാതെ എത്ര പാട്ടാ പാടണേ. എൻ്റെ മോൻ അത് പറഞ്ഞു, മറ്റുള്ളത് പറഞ്ഞു, എനിക്ക് ഇഷ്ടായില്ല, കരച്ചിൽ. ഈ പാട്ടല്ലേ പാടുന്നത്. ആ സമയത്ത് അതൊക്കെ നിർത്തിവെച്ചിട്ട് ഈ ആത്മഗാനമൊന്ന് ആലപിക്കൂ. നിത്യശുദ്ധ വിമുക്തോഹം. എല്ലാവരും ചൊല്ലുവപ്പാ. നിത്യശുദ്ധ വിമുക്തോഹം നിരാകാരോഹമവ്യയഃ ഭൂമാനന്ദസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. ബ്രഹ്മജ്ഞാനാവലി മാല എന്നാണ് അതിന് പേര്. ഇങ്ങനെ അനവധി ശ്ലോകങ്ങളുണ്ട്. ഒന്ന് മാത്രമല്ല, അനവധിയുണ്ട്. നിത്യശുദ്ധ വിമുക്തോഹം. എത്ര ദുഃഖിക്കുമ്പോഴും ആ ദുഃഖത്തിൻ്റെ ഉള്ളിൽ നിങ്ങളിങ്ങനെ പാടണം, ഞാൻ നിത്യശുദ്ധ വിമുക്തനാണ്. എന്നെന്നും ഒരുപോലെ നിൽക്കുന്നവൻ, ഒരു വിധത്തിലുള്ള മാലിന്യവും ഏശാത്തവൻ, മനസ്സിൻ്റെയും ബുദ്ധിയുടെയും നൂലാമാലകളിൽ നിന്നെല്ലാം മുക്തൻ, വേറിട്ടവൻ. അതിൽ ഇടപെടണു, അതിൽ പെട്ടവൻ, കുടുങ്ങിയവൻ. പറയരുതപ്പാ, മഹാപാപാണ് നിങ്ങൾ പറയുന്നത്, തെറ്റാണ്. നിത്യശുദ്ധ ബുദ്ധന്മാരാണ് നിങ്ങളെല്ലാവരും. നിരാകാരോഹമവ്യയഃ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. സാകാരം അനൃതം വിദ്ധി നിരാകാരം. നമ്മുടെ ശരീരത്തിന് ആകാരമുണ്ട്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉൾവ്യക്തിത്വം നിരാകാരമാണ്. അതുകൊണ്ടത് അവ്യയമാണ്. അതിന് ഒരു തേമാനവുമില്ല. നമ്മുടെ മനസ്സ് എത്ര കാലമായി ചിന്തിക്കണു, ബുദ്ധി എത്ര കാലമായി ആലോചിക്കണു, എന്നിട്ട് വല്ല തേമാനവും അതിന് വന്നിട്ടുണ്ടോ? വയസ്സാവുമ്പോൾ ആവലാതിയും ചിന്തയൊക്കെ കൂടുതലല്ലേ, അതോ കുറവോ? എന്താ മിണ്ടാത്തെ? അപ്പം മനസ്സിന് ക്ഷയമൊന്നും വന്നിട്ടില്ല. ഭൂമാനന്ദസ്വരൂപോഹം. ഭൂമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ ദിക്കിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നത്, നമുക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്തതായ വിശേഷപ്പെട്ട ഒരു വിഭുത്വം അതിനുണ്ട്. ഭൂമമാണത്. ഭൂമം ഭീഷ്മ ശബ്ദം പോലെ ഒരു വിശേഷപ്പെട്ട ശബ്ദമാണത്. പരബ്രഹ്മ സൂചകമാണ്. ഈ പരബ്രഹ്മത്തിന് എന്തെല്ലാം ആകാൻ സാധിക്കും? ഉള്ളത് ഇല്ലാത്തത് ഉണ്ടാക്കാനും, ഉള്ളത് ഇല്ലാതെയാക്കാനും, ഉള്ളതിൽ പരിവർത്തനം വരുത്താനുമുള്ള ശക്തി
പരബ്രഹ്മത്തിനും പരമാത്മാവിനും ഈശ്വരനും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഭൂമമായ ആനന്ദസ്വരൂപോഹം. പ്രതിദിനം കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ആനന്ദരൂപികളായിട്ടാണ് കിടന്നുറങ്ങുന്നത്. ആ ആനന്ദരൂപത്തിൻ്റെ പുറത്തുള്ള ആവരണമാണ് ഈ ജാഗ്രത അവസ്ഥയിലുള്ള പ്രവർത്തനങ്ങളും സ്മരണങ്ങളും വ്യവഹാരങ്ങളും എല്ലാം തന്നെ. നമ്മുടെ അസൽ രൂപം കിടന്നുറങ്ങുന്നതിലുള്ള സമയത്തുള്ള രൂപമാണ്. ആ ഭൂമാനന്ദ സ്വരൂപനാണ് ഞാൻ. അഹമേവാഹമവ്യയ. ഞാൻ അവ്യയനാണ്. എനിക്ക് തേമാനമില്ല, ക്ഷതമില്ല, ചുരുക്കമില്ല, മാലിന്യമില്ല, നിർമ്മലനാണ് ഞാൻ. ഈ പാട്ടൊന്ന് പാടുവപ്പാ. സഹസ്രനാമത്തിനേക്കാൾ വിശേഷപ്പെട്ടതാണത്. അവനവൻ്റെ ഉൾസ്വരൂപത്തെ സ്വയം ഓർമ്മപ്പെടുത്തുന്ന വിശേഷപ്പെട്ട ആത്മഗാനം. പ്രത്യഗ്ചൈതന്യരൂപോഹം ശാന്തോഹം പ്രകൃതേഃ പരഃ ശാശ്വത ആനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. കേട്ടിട്ടുണ്ടോ? ഇതാണ് ഭാരതം. നമ്മുടെ കയ്യിലുള്ള മഹിമ ഇതാണ്. എത്രത്തോളം പടുദാരിദ്ര്യം അനുഭവിച്ചാലും ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ നിർബാധിതമായിരിക്കുന്ന ഒരു സത്താവിശേഷം ഉണ്ടെന്ന് ഒരളവ് വരെയെങ്കിലും നമ്മുടെ ദരിദ്രകേസരികൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ദാരിദ്ര്യം കൊണ്ട് കൂസില്ല. നമ്മുടെ മനഃശക്തി അതിനെ അതിജീവിക്കുന്നതും അതിക്രമിക്കുന്നതുമാണ്. പണത്തിലേശാത്തതും ദാരിദ്ര്യത്തിൽ കുടുങ്ങാത്തതും നന്മയിൽ നഷ്ടപ്പെടാത്തതും തിന്മയിൽ ഭയപ്പെടാത്തതുമായ വിശേഷപ്പെട്ട ഒരു അവ്യയ രൂപം നമുക്കുണ്ടപ്പാ. നമ്മുടെ ഉള്ളിലാണത്. നമ്മുടെ ശരീരത്തിനാണ് ദാരിദ്ര്യം, ശരീരത്തിനാണ് വസ്ത്രഹാനി. നമ്മുടെ ഉള്ളിലുള്ളതിന് ഒരു തരത്തിലുള്ള തേമാനമോ ബാധയോ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഏശില്ല. പ്രത്യക് ചൈതന്യരൂപോഹം. ആ ഉള്ളിലുള്ള ചൈതന്യ വിശേഷമാണ് ഞാൻ. ശാന്തോഹം. എപ്പോഴും ഞാൻ ശാന്തനാണ്. എൻ്റെ ഉള്ളു പിടിച്ച് കുലുക്കാൻ ഈ ലോകത്തിൽ ഒന്നും തന്നെയില്ല. എൻ്റെ ചിന്തകളൊക്കെ സമുദ്രത്തിൻ്റെ മുകളിൽ വരുന്ന അല പോലെയാണ്. ആ അല ഗംഭീരമായിട്ട് വരണു, വല്ലാതെ ഇളക്കി മറിക്കണു. അങ്ങനെയൊക്കെ ആയാലും സമുദ്രത്തിൻ്റെ ആ അഗാധതയെ സ്വല്പമെങ്കിലും ഈ അല ബാധിക്കുന്നുണ്ടോ? എന്താ ഒരു മിണ്ടാത്തെ? ആ സമുദ്രത്തിനെ അപേക്ഷിച്ച് നമ്മുടെ വിസ്താരവും ദീർഘവും ഒക്കെ എത്രയാ, ആഴം എത്രയാ. അപ്പം അതിൻ്റെ ഉപരിതലത്തിൽ വരുന്ന ചിന്തകൾ എങ്ങനെയാണ് ഈ അഗാധ ചിത് സമുദ്രത്തെ ബാധിക്കുക? ഒരിക്കലുമില്ല. ശാന്തോഹം പ്രകൃതേഃ പരഃ. പ്രകൃതിക്ക് അപ്പുറത്താണ് എൻ്റെ നിലപാട്. ഞാൻ പ്രകൃതിയെ നോക്കി കാണുന്നവനാണ്. ഈ പാഞ്ചഭൗതിക പ്രപഞ്ചം മുഴുവൻ എനിക്ക് ദൃശ്യമാണ്. ഈ ദൃശ്യത്തെ ഞാൻ എൻ്റെ മനസ്സിലാണ് ഉൾക്കൊള്ളുന്നത്. കേൾക്കുന്നുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോപ്പാ? ഈ ദൃശ്യത്തിനെ മുഴുവൻ കണ്ടനുഭവിക്കുന്നത് ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. പരിമിതമായ ശരീരം, അതിൻ്റെ ഉള്ളിലുള്ള മനസ്സിൽ ഞാൻ ആ പരിമിതമായ ദൃശ്യത്തെ അനുഭവിക്കുന്നു, അതിനെ നാമകരണം ചെയ്യുന്നു, അതിൻ്റെ വലിപ്പവും മഹാത്മ്യവും പ്രവചിക്കുന്നു. ഈ ലോകത്തിന് മുഴുവൻ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഉൾക്കൊള്ളുമ്പോൾ ഞാൻ ഈ ലോകത്തിന് മീതെയുള്ളവനോ അതോ അതിൽ കുടുങ്ങിയവനോ? എന്താ ഒരാളും ഒന്ന് പറയുന്നപ്പാ. ഈ കണ്ട ആൾക്കാരൊക്കെ എൻ്റെ മുൻപിലുള്ളവരെ ഞാൻ ചെറിയ രണ്ട് കണ്ണുകൊണ്ട് കണ്ട ഉള്ളിൽ ഇങ്ങനെ ഒതുക്കിയിരിക്കുക. എൻ്റെ മനസ്സിൽ ഞാൻ നിങ്ങളെ ഒക്കെ ഒതുക്കി ഇങ്ങനെ വച്ചിരിക്കുക. അപ്പം ആ ഒതുക്കുന്ന എൻ്റെ മനസ്സിന് നിങ്ങളെക്കാൾ വലിപ്പം കൂടണ്ടേ? അപ്പം ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നോക്കി കണ്ട് ദൃശ്യമാക്കി അതിൻ്റെ ദൃക്കായി ചമയുന്ന ഞാൻ, ദ്രഷ്ടാവായി ചമയുന്ന ഞാൻ ഈ പ്രപഞ്ചത്തിന് അതീതനോ അതോ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽപ്പെട്ടവനോ? ഒന്ന് പറയുന്നപ്പാ. എല്ലാവരും കൂടി പറയും അതീതൻ. ഒന്ന് ഉറക്കെ പറയൂ. പോരാ. ആ പറയണങ്ങനെ പറയും. അതാണതിൻ്റെ ശരി. എന്താ നിങ്ങൾക്കിവിടെ ഏഴത്തം? ഞാൻ നിങ്ങളോട് ഒരു സാധനം, ഒരു 4 നാളികേരം കൊണ്ടുവന്നിട്ട് ഉടയ്ക്കാതെ വിഴുകൂന്ന് ഞാൻ പറയണില്ല. ഈ ആശയങ്ങളെ ഉൾക്കൊള്ളൂന്നേ പറയുന്നുള്ളൂ.
ശാന്തോഹം പ്രകൃതേഃ പരഃ ശാശ്വത ആനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. ശാശ്വത ആനന്ദരൂപോഹം. പറയൂപ്പ, പ്രതി ദിവസം നിങ്ങളുടെ ദിവസത്തിൽ കുറച്ച് നിമിഷങ്ങൾ ഈ ബ്രഹ്മജ്ഞാനാവലിയിൽ കുറേ ശ്ലോകങ്ങൾ പറയാൻ ഉണ്ടാവട്ടെ. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. എന്താ നിങ്ങൾക്ക് ഛേദം? ഇത് പറഞ്ഞാൽ പല്ലുകൊഴിയോ? ചുണ്ടുകൊഴിയോ? ആര് പറഞ്ഞു നിങ്ങളോടിത് പറയരുതെന്ന്? അവനവൻ്റെ ഉൾസത്തയെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ചോദിക്കുന്നത്? അഷ്ടാവക്ര സംഹിതയാണത്. ഇവിടെ എഴുതിയിട്ടുള്ളത് നല്ല പോലെ ഓർമ്മ വെച്ചോളൂ. നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ആവേണ്ടതില്ല, പ്രത്യേകിച്ച് പഠിക്കേണ്ടതുമില്ല, പ്രത്യേകമായ ഒരു പുണ്യകർമ്മങ്ങൾ ചെയ്തുണ്ടാക്കേണ്ടതുമില്ല. ഈ അനുസന്ധാനം ഈ അനുധാവനം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നിഷ്കലോഹം നിഷ്ക്രിയോഹം സർവാത്മാദ്യ സനാതനഃ അപരോക്ഷസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. താപത്രയ വിനിർമുക്തോ ദേഹത്രയ വിലക്ഷണഃ അവസ്ഥാത്രയ സാക്ഷി അസ്മി അഹമേവാഹമവ്യയഃ. താപത്രയ വിനിർമുക്തഃ. ഈ ലോകത്തിന് രചിക്കാനുള്ളത് താപത്രയമാണ്. താപത്രയം ശ്രീമദ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നു 2-ാമത്തെ ശ്ലോകത്തിൽ. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ആര് വേണമെങ്കിൽ ഇവിടെ വന്ന് ജനിച്ചോട്ടെ. സിൽവർ സ്പൂണോ പ്ലാറ്റിനം സ്പൂണോ ഗോൾഡ് സ്പൂണോ ഒക്കെ ആയിട്ട് ജയിച്ചോട്ടെ. താപത്രയം ഒഴിവാക്കാൻ പറ്റില്ല. ഈ പ്രപഞ്ചത്തിൽ വന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സന്താനമാണോ നിങ്ങൾ? പഞ്ചഭൂതം ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണോ നിങ്ങളുടെ ജീവിതം? താപത്രയം ഒഴിവാക്കാൻ പറ്റില്ല. ആധ്യാത്മിക ദുഃഖം, ആധിദൈവിക ദുഃഖം, ആധിഭൗതിക ദുഃഖം, 3 ദുഃഖത്തിന് വിധേയരാണ് എല്ലാവരും. ഈ ദുഃഖം അനുഭവിക്കുന്നത് മനസ്സിലാണ്. ഈ ദുഃഖത്തെ തരണം ചെയ്യണം, മാച്ചു കളയണം, അതിൽ പൊന്തിക്കിടക്കണം. മുക്കിക്കൊല്ലുന്ന വെള്ളത്തിൽ നീന്താൻ പഠിച്ച് പൊന്തിക്കിടക്കുന്നത് പോലെ നീന്തുന്നത് പോലെ താപത്രയ നിബിഡമായ ഈ ലോകത്തിൽ അത് ബാധിക്കാതെ നീന്തി കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. മംഗളം പ്രദാനം ചെയ്യുന്ന വാസ്തവത്തെ മനസ്സിലാക്കുക ബുദ്ധി കൊണ്ട് തത്വഗ്രഹണം ചെയ്ത മാത്രമേ വഴിയുള്ളൂ, വേറൊരു വഴിയില്ല. ആ തത്വമാണ് ഇവിടെ ജനകന് ഉപദേശിക്കുന്നത്. ആര്? അഷ്ടാവക്ര മഹർഷി. താപത്രയ വിനിർമുക്ത. താപത്രയം എവിടെയാ? ഈ ലോകം കേൾക്കണുണ്ടോ നിങ്ങൾ? ഈ ലോകത്തിന് മുഴുവൻ കണ്ടനുഭവിക്കുന്നത് നമ്മൾ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉൾമനസ്സിലാണ് കണ്ടനുഭവിക്കുന്നത്, അല്ലേ? ആ ഉൾമനസ്സിലാണ് ലോകം ദുഃഖമുണ്ടാക്കുന്നത്. നാം അനുഭവിക്കുന്ന ലോകത്തിൻ്റെ മുഴുവനും, ലോകം അനുഭവിക്കുന്ന നമ്മുടെ മനസ്സ് ലോകത്തിനേക്കാൾ മികച്ചതാണെങ്കിൽ ആ ലോകാനുഭവങ്ങൾ കൊണ്ടുണ്ടാവുന്ന ദുഃഖത്തിനും മീതെയല്ലേ നമ്മുടെ മനസ്സ്? ഞാൻ ചോദിക്കുന്നതൊക്കെ യുക്തിയാണ് കേട്ടോ, വിചാരമാണ്. അതിന് വിചാര രൂപത്തിൽ മറുപടി പറയണം. ഈ ലോകം ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ മനസ്സ്, ഉൾക്കൊള്ളുന്നത് എൻ്റെ മനസ്സ്, അനുഭവിക്കുന്നത് എൻ്റെ മനസ്സ്. ആ ലോകാനുഭവങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ മുഴുവനും ലോകത്തിനെ ഗ്രഹിക്കുന്നവനും ഗ്രസിക്കുന്നവനുമാണ് ഞാനെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന ദുഃഖങ്ങളെയും ഗ്രസിക്കുന്നവനല്ലേ ഞാൻ? ഞാൻ ഈ ദുഃഖങ്ങൾക്ക് മീതെയോ താഴെയോ? മീതെ പറയണപ്പാ. എന്താ പിന്നെ നിങ്ങൾ പേടിക്കണത്? ലോകമേ നീ എന്തെല്ലാം വേണമോ നീ എനിക്ക് തന്നോ, എന്തെല്ലാം പരിസ്ഥിതിയിൽ നീ എന്നെ കൊണ്ട് ചെലുത്തുമോ ചെലുത്തിക്കോ, നിന്റെ ഇഷ്ടം. ഞാൻ ഒന്നും പറയാൻ പോണില്ല. അതുകൊണ്ടൊന്നും നിശേഷം ബാധ എനിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. ത്രോ മീ ഇൻ ടു എനി സിറ്റുവേഷൻ, ത്രോ മീ ഇൻ ടു എനി കൈൻഡ് ഓഫ് എ ട്രയൽ ഓർ ട്രിബുലേഷൻ.
യു ഹാവ് നത്തിങ് ടു ഗീവ് മീ ആൻഡ് യു ക്യാൻ ടേക്ക് അവേ നത്തിങ് ഫ്രം മീ. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? എൻ്റെ ഉള്ളിൽ നിന്നൊരു പൊട്ട് പോലും ലോകമേ നിനക്ക് എടുക്കാൻ പറ്റില്ല. നിൻ്റെ കയ്യിൽ നിന്നൊരു പൊട്ട് പോലും എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ ലോകത്തിനെ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ മഹിമയല്ല, എൻ്റെ മനസ്സിൻ്റെ മഹിമയാണ്. കേൾക്കുന്നുണ്ടോപ്പാ? കേൾക്കുന്നുണ്ടോപ്പാ? എൻ്റെ മനസ്സാണ് നീ ഉണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നീ ജഡമാണ്, നിനക്ക് ഒന്നിനും കൊള്ളില്ല. നിന്നെ കൊള്ളിക്കുന്നത് എൻ്റെ മനസ്സാ. അപ്പം എൻ്റെ മനസ്സ് ഗ്രഹിച്ചിട്ടുള്ള ആ ഗ്രഹണ കണികകളാണ് നീ മുഴുവനും. ആ കണികകൾ ഉണ്ടാക്കുന്ന ഞാൻ, എൻ്റെ മനസ്സ് നിന്നേക്കാൾ എത്രയോ അനന്ത പ്രഭാവത്തോടു കൂടിയതാണ്. നീ എന്നെ എവിടെ വേണമെങ്കിൽ അവിടെ കൊണ്ടിട്ടോ എൻ്റെ ശരീരത്തെ. എൻ്റെ ഉള്ളിനെ ബാധിക്കാൻ നിനക്ക് സാധിക്കില്ല. എല്ലാറ്റിൻ്റെയും അപ്പുറം അങ്ങനെ പൊന്തിക്കിടക്കുകയാണ് ഞാൻ. ദേഹത്രയ വിലക്ഷണ താപത്രയ വിനിർമുക്ത. ദേഹത്രയ വിലക്ഷണ. ഏതായി ദേഹത്രയം? ജാഗ്രത അവസ്ഥയിലെ എല്ലാറ്റിനും കാരണമായിട്ടുള്ളത് ഇതാ ഈ സ്ഥൂല ശരീരം. സ്വപ്നാനുഭവങ്ങൾക്കെല്ലാം കാരണമായത്, ഹേതുഭൂതമായത് സൂക്ഷ്മ ശരീരം. ഉറക്കത്തിന് കാരണമായി രണ്ടിനും ഇടയിൽ വേർതിരിച്ച് നിൽക്കുന്നത് കാരണശരീരം. ആ 3 ശരീരം എന്ന് പറയുന്നത് ഇവിടെയുള്ളതാണ്, മരിച്ചുപോയതിന് ശേഷം വരുന്നതല്ല. സ്ഥൂല ശരീരമുള്ളപ്പോഴേ സൂക്ഷ്മ ശരീരമുള്ളൂ, സ്ഥൂലവും സൂക്ഷ്മവും ഉള്ളപ്പോഴേ കാരണശരീരമുള്ളൂ. ആ 3 ശരീരങ്ങൾക്കും വിലക്ഷണനാണ് ഞാൻ. ജാഗ്രത ശരീരമാണിത്, സ്വപ്ന ശരീരമാണ് മറ്റത്, കാരണശരീരമാണ് ഉറക്കത്തിൽ. ഈ 3 ശരീരത്തിൽ നിന്നും ദേഹത്രയ വിലക്ഷണ. അപ്പം പിന്നെ ഈ ലോകത്തിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? പറയുന്നപ്പാ. ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയെങ്കിലും ചെയ്യും. പറഞ്ഞൂടെ നമുക്ക്? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസ്ഥാത്രയ സാക്ഷ്യസ്മി. 3 അവസ്ഥകൾക്കും സാക്ഷിയാണ് ഞാൻ. ജാഗ്രത അവസ്ഥയിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഇവനെ നടക്കുന്നുവോ ആ കോലാഹലങ്ങൾക്കൊക്കെ ഞാൻ ആരാ? സാക്ഷി. ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിയുടെ ജന്മത്തിന് നിങ്ങൾ ആരാ? നിങ്ങളും ജനിക്കുന്നുണ്ടോ കൂടെ? പിന്നെ എന്താ നിങ്ങൾ ആ ജന്മത്തിന് സാക്ഷി? കുട്ടിയുണ്ടായാൽ കുട്ടിയുടെ ജന്മത്തിന് സാക്ഷി, ശമ്പളം കിട്ടിയാൽ ശമ്പളം കിട്ടിയതിന് സാക്ഷി, ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ മരിച്ചതിന് സാക്ഷി. നിങ്ങൾ സാക്ഷിയല്ലാതെ എപ്പോഴും വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഒന്ന് പറയുന്നപ്പാ. പിന്നെ എന്താണ് ഈ തുള്ളിച്ചാടണേ? ആ ബോധം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള മഹിമ എത്രത്തോളം ഉണ്ടാവും? അതാണ് ജനക മഹാരാജാവ് പറഞ്ഞത്, മിഥില മുഴുവൻ തീപ്പെട്ടാലും എനിക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ലെറ്റ് മിഥില ബി ബേൺഡ്, ഐ ലൂസ് നത്തിങ് എന്ന് പറഞ്ഞു അത്രേ ജനക മഹാരാജാവ്. എന്താ അദ്ദേഹത്തിന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ? അങ്ങോർക്കുള്ള തല നിങ്ങൾക്കില്ലേ? 2 കണ്ണില്ലേ? 2 മൂക്കില്ലേ? ചെവിയില്ലേ? കൈയില്ലേ? അദ്ദേഹം സിംഹാസനത്തിലിരിക്കണു, നിങ്ങൾ വീട്ടിൽ സോഫയിലിരിക്കണു, 2 പേര് ഇരിക്കുകയാണ്. ചന്തി നമ്മളോട് പറയണില്ല ഇരിക്കുന്നത് സിംഹാസനത്തിലാണെന്ന്, വ്യത്യാസം ഉണ്ടെന്നൊന്നും പറയണില്ല. നമുക്ക് കിടക്കാനൊരു കോശലി കിട്ടണം, നമ്മൾ കിടന്നു സുഖമായിട്ട് കിടന്നുറങ്ങി. അത് പൂമെത്തയായാലെന്താ, ചകിരിമെത്തയായാലെന്താ, റബ്ബർ മെത്തയായാലെന്താ? ഉറങ്ങുന്ന സമയത്ത് ശരീരത്തെ അടക്കം മറക്കുമ്പോൾ പിന്നെ മെത്തയാ ഓർമ്മ വയ്ക്കുക. ഞാൻ സോഫ മേടിച്ചിട്ടുണ്ട്, നല്ല സോഫയാണ്, അത് ഓർമ്മ വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിയത്. അങ്ങനെ പറയുന്നവരുണ്ടോ? എല്ലാറ്റിനെയും മറപ്പിക്കുന്നതാണ് ഉറക്കം. അപ്പം മറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനാപ്പാ വലിയൊരു സോഫ? എവിടെ കിടന്നാൽ ഉറങ്ങുമോ അവിടെ കിടക്കട്ടെ. അവസ്ഥാത്രയ സാക്ഷ്യസ്മി അഹമേവാഹമവ്യയ. ഞാൻ അവ്യയനാണ്, 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 അവ്യയനാണ്. ആ അവ്യയ സ്വരൂപത്തിനെ പറ്റി പറയുകയാണ്. ഇത്രയും പറഞ്ഞ് കുറേ ശ്ലോകങ്ങളുണ്ട്, ഞാനിപ്പോൾ പറയണില്ല, നിർത്തണമല്ലോ. അധ്യായം 2 പോവാണ്. അഹോ നിരഞ്ജനശാന്തോ ബോധോഹം പ്രകൃതേഃ പരഃ ഏതാവന്തമഹം കാലം
മോഹേനൈവ വിഡംബിത. ഈ 20 ശ്ലോകങ്ങൾ പറയുന്നത് കേട്ട് ജനക മഹാരാജാവ് വേണ്ടതുപോലെ ഗ്രഹിച്ചു. ഗ്രഹിച്ചതിന് ശേഷം ഉടനെ അദ്ദേഹം പറയുകയാണ്, ഉടനെ അർജുനോട് 64 അക്ഷരേ സംസാരിച്ചുള്ളൂ. ആരെ? കൃഷ്ണൻ. ആ സംസാരിച്ചത് കേട്ടപ്പോൾ കരയുന്ന കണ്ണീര് കരച്ചൽ നിർത്തി. അർജുനൻ പൃച്ഛകനായി മാറി. അധ്യാത്മമായി വരുന്ന പരിവർത്തനങ്ങൾ ഇങ്ങനെ ത്വരിതഗതിയിൽ വരുന്നതാ. ഇതാ ചൊല്ലിക്കോളൂ. അഹോ നിരഞ്ജന ശാന്തോ അഹോ നിരഞ്ജന ശാന്തോ ബോധോഹം പ്രകൃതേഃ പരഃ ബോധോഹം പ്രകൃതേഃ പരഃ ഏതാവന്തമഹം കാലം ഏതാവന്തമഹം കാലം മോഹേനൈവ വിഡംബിതഃ. മോഹേനൈവ വിഡംബിതഃ. നോക്കൂ നോക്കൂ, ജനക മഹാരാജാവിൻ്റെ മനസ്സ് വികസിതമായത്. അതേവരെ അദ്ദേഹം ധരിച്ചത് എന്തോ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സ്വാധീനങ്ങൾ എന്തോ ആവട്ടെ, അടുത്ത കാലത്ത് ഇപ്പം കേൾക്കുകയാണ് ആത്മഗാനം. ആ ആത്മാവിനെ സംബന്ധിച്ച ഒരു തുറസ്സുണ്ടായി. ആ തുറസ്സ് ഉണ്ടായതോടുകൂടി ഉടനെ അദ്ദേഹം അതിന് പ്രതികരിക്കുകയാണ്. അഹോ അത്യാശ്ചര്യം നിരഞ്ജന ശാന്തോ. എനിക്ക് ഒരു വിധത്തിലുള്ള കൽമഷങ്ങളോ മാലിന്യങ്ങളോ ഇല്ല. അതിനാൽ ഞാൻ പരമശാന്തനാണ്. ബോധോഹം ബോധോഹം ബോധോഹം. ജനകൻ മാത്രമേ ബോധസ്വരൂപനായിട്ടുള്ളൂ. നിങ്ങളൊക്കെ ആരാ? ഒന്ന് പറയും. നിങ്ങൾ കല്ല് രൂപം, കല്ലോഹം, മുള്ളോഹം, അതാണോ നിങ്ങൾ? നിങ്ങളും ബോധോഹമാണ്. എല്ലാവരുടെ ശരീരവും പാഞ്ചഭൗതികം. അതിൻ്റെ ഉള്ളിലുള്ള ഉണർവ് രൂപത്തിലുള്ളത് ബോധമാണ്. ആ ബോധത്തിന് ഒരു വ്യത്യാസവും ഇല്ല. കള്ളൻ്റെയും മുള്ളൻ്റെയും പട്ടിയുടെയും നായുടെയും ആനയുടെയും എല്ലാറ്റിൻ്റെയും ഉള്ളിൽ കിടക്കുന്നത് ബോധമാണ്. ബോധോഹം. ആ ബോധം എങ്ങനെയാ? പ്രകൃതേഃ പരഃ. എന്താ അതിനർത്ഥം? പ്രകൃതിക്ക് അതീതമായിട്ടാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഓ, ഇനി ഒന്ന് സമാധാനിക്കാമോ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ്? ഈ പ്രകൃതിയിൽ എന്താ ഉള്ളത്? പഞ്ചഭൂതങ്ങളാണ്. ആ പഞ്ചഭൂതങ്ങൾക്ക് ഒന്നിനും ഉണർവില്ല. സൂര്യൻ ഉദിച്ചാൽ നാം കാണുന്നു. മിസ്റ്റർ സൂര്യൻ നമ്മളെ കാണുന്നുണ്ടോ? ഹിമാലയം പർവ്വതത്തിന് നമ്മൾ കാണുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് നമ്മൾ കാണുന്നു. ആകാശ നിബിഡമായ നക്ഷത്രങ്ങൾ നക്ഷത്ര നിബിഡമായ ആകാശം കാണുന്നു. ഇത് ഏതെങ്കിലും ഒന്ന് നമ്മളെ കാണുന്നുണ്ടോ? അത് സംബന്ധിച്ച അറിവൊക്കെ ഉണ്ടാവുന്നത് നമ്മൾക്കല്ലേ? അപ്പം ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം നമുക്ക് മേലെയോ നമ്മൾ ദൃശ്യപ്രപഞ്ചത്തെ കവച്ചു വയ്ക്കുന്നുവോ? എന്താ നിങ്ങൾ ഒന്നും പറയാണ്ടിരിക്കണേപ്പാ? നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ ഗ്രസിക്കണു. എൻ്റെ ഉള്ളിലാണ് നിങ്ങളെ ഗ്രസിക്കണത്. അങ്ങനെ ഗ്രസിച്ചത് കൊണ്ട് എൻ്റെ ശരീരം പൊട്ടണില്ല. എനിക്ക് ഒരു മാറ്റവും വരണില്ല. ഗ്രഹിക്കുന്നത് പോലെ ഞാൻ കണ്ണടച്ച് ഗ്രഹണം നിർത്തണമുണ്ട്. അപ്പം നിങ്ങളെ ഉൾക്കൊള്ളാനും ആ ഉൾക്കൊണ്ടതിനെ വിസ്മരിക്കാനും നിറയ്ക്കാനും ഖാലിയാക്കാനും ഒക്കെ ഒരുപോലെ സാധിക്കും എനിക്ക്. അപ്പം ഞാൻ പ്രപഞ്ചത്തിന് അതീതനോ അതോ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽപ്പെട്ടവനോ? ദൃശ്യത്തിനെ ഞാനാണ് ഉൾക്കൊള്ളുന്നത്. എന്നെ ദൃശ്യം ഉൾക്കൊള്ളുന്നില്ല. ദൃശ്യത്തിൻ്റെ കയ്യിൽ ഈ ചേതന എന്ന് പറയുന്ന ഉണർവില്ല. പഞ്ചഭൂതങ്ങളൊക്കെ എന്താ? ജഡമാണ്. ആ ജഡങ്ങളിൽ എൻ്റെ ഉണർവില്ല. ഉണർവ് ജഡങ്ങളിൽ വ്യാപിച്ചിരിക്കണു. അപ്പോൾ ഉണർവില്ലാത്ത ഈ പോയി ജഡപ്രപഞ്ചം, ആ ജഡപ്രപഞ്ചമാണോ ചേതനാവായ എന്നേക്കാൾ മേലെ, അതോ ഞാനോ? ഒന്ന് പറയുന്നപ്പ. ബോധോഹം പ്രകൃതേഃ പരഃ ഏതാവന്തമഹം കാലം. ഇത്രയും കാലം ഞാനിത് അറിയാതെ വിഷമിച്ചു. അയ്യത്തടാ, ഈ അബദ്ധം പറ്റിയില്ലോ. ഞാൻ കണ്ട ലോകത്തിനെക്കുറിച്ച് ആലോചിച്ച് ഇത്രയും കാലം കഴിച്ചുകൂട്ടി. കാണിച്ചു തരുന്നതും കാണുന്നവനുമായ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. ദൃഷ്ടബോധത്തിന് വേണ്ടി പരിശ്രമിച്ചില്ല. ദൃശ്യബോധത്തിൽ കുടുങ്ങിക്കഴിഞ്ഞു.
എൻ്റെ മനസ്സിന് ദൃശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചിന്താവിഷയം. ദ്രഷ്ടാവിനെ പറ്റി ചിന്തിച്ചില്ല. ഇപ്പോഴാണ് അഷ്ടാവക്ര മഹർഷി പുതിയ ഒരു തത്വവിചാരം തൊടുത്തുവിട്ട് എന്നെ ഉദ്ബുദ്ധനാക്കിയത്. മോഹേനൈവ വിഡംബിത. കഷ്ടേ കഷ്ടേ കഷ്ടേ. ഇത്ര വലിയൊരു കഷ്ടമോ? മോഹത്തിലും ഭ്രമത്തിലും കിടന്ന് ഞാൻ കഷ്ടപ്പെട്ടുല്ലോ. ഈ കാട്ടിക്കൂട്ടലൊക്കെ കാട്ടിയില്ലോ. എന്തൊക്കെ സാധനത്തിൻ്റെ പിന്നാലെ പോയി, എവിടെയൊക്കെ ചെന്നു. അവിടെയാണ് നേട്ടം നേട്ടം മഹിമ എന്ന് വിചാരിച്ചു. ഈ പ്രപഞ്ചം മുഴുവനും ജഡമാണ്. ജഡപ്രപഞ്ചം മുഴുവൻ എനിക്ക് കിട്ടിയാലും എൻ്റെ ചേതന എന്നുള്ള നിലയ്ക്ക് യാതൊരു വ്യത്യാസവും വരാനില്ല. കഷ്ടേ, ഈ ജഡവസ്തുക്കളുടെ പിന്നാലെ പോയി 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 എൻ്റെ ജന്മം മുഴുവനും മിഥ്യയായിപ്പോയി, വെറുതെ ആയിപ്പോയി, നഷ്ടമായല്ലോ. മോഹേനൈവ വിഡംബിത. കാട്ടിക്കൂട്ടൽ. എത്രയെത്ര വസ്ത്രം മേടിച്ചു, എത്രയൊക്കെ തിന്നൊടുക്കി, ആരോടൊക്കെ എന്തൊക്കെ സംസാരിച്ചു, പോയി വന്നു, കണ്ടു കേട്ടു കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വല്ല നേട്ടവും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. ഈ ജഡപ്രപഞ്ചത്തിൻ്റെ പിന്നാലെ ഞാനല്ലാതെ ഈ നായ ഒരു എല്ലിൻ്റെ കഷ്ണം കിട്ടിയാൽ അങ്ങനെ നക്കി തുടങ്ങും. ചാപ്പ് 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 നക്കി അത് വിടില്ല. ആ എല്ലിൻ്റെ മുള്ളു തട്ടി നാവിൽ നിന്ന് ചോരയൊലിച്ചു തുടങ്ങും. അപ്പോൾ ആ ചോര എല്ലിന്ന് വരണമെന്ന് വിചാരിച്ച് പിന്നെയും നക്കും. ഇതാണ് നമ്മളിവിടെ നടത്തിപ്പോകുന്നത്, നക്കിപ്പട്ടികളായിട്ട്. എൻ്റെ നാവിന്നാണ് ചോര എന്നുള്ളത് മനസ്സിലാക്കാൻ നാക്കി പറ്റുന്നില്ല. ഇതാണ് ഇത്രയും കാലം ഞാൻ ചെയ്തത്. ഏതാവന്തമഹം കാലം മോഹേനൈവ വിഡംബിത. മോഹത്തിനും ഭ്രമത്തിനും വിധേയമായി ഈ കാട്ടിക്കൂട്ടൽ പ്രപഞ്ചത്തിൽ കഴിച്ചുകൂട്ടിയല്ലോ. ഈ നൃത്തവും ഈ നടനവും ഒക്കെ. കഷ്ടേ. എൻ്റെ ശരിയായ രൂപം ഞാനിതാ മനസ്സിലാക്കി. മഹർഷി കടന്നു വന്നു, ആലോചിക്കാതെ വിളിക്കാതെ. അഹോ നിരഞ്ജനശാന്തോ ബോധോഹം പ്രകൃതേഃ പരഃ ഏതാവന്തമഹം കാലം മോഹേനൈവ വിഡംബിതഃ. ജനകൻ ഇങ്ങനെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് കുറേ പറയുന്നുണ്ട്. മുഴുവൻ ശ്ലോകം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഏതെല്ലാം നമുക്ക് 4 വാക്ക് പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് തത്വമനനം രചിക്കാൻ പറ്റുമോ, അതിൽ ഞാൻ കുറച്ച് സമയം ചെലവ് ചെയ്യാൻ. നാളെ മുതൽക്കപ്പോൾ പറയാൻ പോണത് എന്താ? നിങ്ങളുടെ കാര്യമാണ്, എൻ്റെ കാര്യമല്ല. എന്താ നിങ്ങളുടെ കാര്യം? കഴിഞ്ഞ കൊല്ലവും കേട്ടു, അതിന് മുമ്പിലത്തെ കൊല്ലവും കേട്ടു, ഈ കൊല്ലം 4-5 ദിവസം കേട്ടിട്ട് നമുക്കുണ്ടായ ആ ഉള്ളുണർവ്, ഉള്ളനുഭവം, അത് നിങ്ങൾ ഓരോരുത്തരും വിവരിക്കാൻ പോവാണ്. ജനകൻ്റെ ഭാഷയിൽ ജനകനെ മുൻനിർത്തി ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ആയിരിക്കണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുന്നു. നാളെ നമുക്ക് തുടരാം. സമാധാനമായിട്ടിരിക്കും. അപ്പോൾ ജനകന്മാരായി തീർന്ന് നാളെ മുതൽക്ക് നമ്മളിവിടെ സംസാരിക്കാൻ പോണത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവമാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു തയ്യാറെടുപ്പോടു കൂടി പോവുക. നാളെ നമുക്ക് കാണാം ജനകാനുഭവങ്ങൾ എന്തൊക്കെയെന്ന്. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം വികലനം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ. പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഹരി. എല്ലാവരും കൂടി സമാപനം ഓംകാരം ദാ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു.